ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മഹായുഗത്തിലേക്ക് എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച സഭ, ശുശ്രൂഷകൻ, ചുമതലപ്പെട്ടവർ ഏവർക്കും പ്രാരംഭത്തിൽ നന്ദി ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, പ്രാർത്ഥനയിലും സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ സഹായിച്ച കർത്തൃദാസന്മാർ, ഈ പന്തലിൽ വളരെ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾ, ദൂരത്തിരിക്കുന്നവർക്കും കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന ചുമതലപ്പെട്ടവർ, സമീപവാസികൾ, ഈ സ്ഥലവാസികൾ, ഈ കൺവെൻഷൻ്റെ പിമ്പിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് യത്നിച്ച ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർ ഏവർക്കും, ഓൺലൈനിൽ ഇപ്പോൾ നമ്മോടുകൂടി ആയിരിക്കുന്നവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഈ സ്ഥലത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഇങ്ങനൊരു അവസരം ദൈവം തന്നതിനാൽ ദൈവത്തിന് മഹത്വം. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടുമാണ് ഇന്ന് വരെ നിൽക്കുന്നത്. തുടർന്നും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തരായ ശ്രേഷ്ഠരായ അഭിഷിക്തന്മാരിൽ കൂടി വളരെ വിലപ്പെട്ട ആലോചനകൾ കൂടപ്പെട്ടവരോടും ദേശത്തോടും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. ഈ ഒടുവിലത്തെ രാത്രിയിൽ എനിക്കും വന്ന് സംബന്ധിപ്പാൻ ഇങ്ങനെ അവസരം ദൈവം തന്നല്ലോ. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് മഹത്വം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എപ്പോഴാ പ്രസംഗം നിർത്തണ്ടേ? ആയിക്കോട്ടെ, 9:30. അതെ, വാച്ചോട് ഞാൻ 9:30 പൊതുവിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നിർത്തണമെങ്കിൽ അതും പറയണം, മുമ്പോട്ട് പോകണമെങ്കിലും അതും പറയണം. അതിൻ്റെ പരുവത്തിന് ഞാൻ നോക്കട്ടെ. ഇവിടെ വേദിയിലിരിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞാൽ അത് സമയം പോകും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എല്ലാവർക്കും വന്ദനം. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഇന്ന് മൈക്ക് വളരെ നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ ചെന്നങ്ങും പ്രയാസമായി പോയതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ശുശ്രൂഷകളുള്ളത് കൊണ്ട് ചിലപ്പം 2 മണിക്കൂറും 2.5 മണിക്കൂറും ഒക്കെ ചിലപ്പം സംസാരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് മൈക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ ഇന്ന് വളരെ നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. നമ്മൾ തന്നെ അന്നോ വായിച്ചേ? അതെ. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. ചെറിയ പോരാട്ടമായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. എന്നാലും വായിച്ചോ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. മതി. ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പേര് ബിന്ദു. പാസ്റ്ററുടെ ഭാര്യ വല്ലോ ആണോ? അല്ല. നന്നായിരിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള തിരുവെഴുത്തുകളാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്
എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അടുത്തത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അടുത്തത് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആ വാക്യോടെ വായിച്ചു. 37. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുമാനമുള്ളവൻ വരും. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പൊൻവെള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. ജോർജാൻ എവിടെ പോയി? ഊതി വെച്ച് പോയോ? ജോടി ജോർജാൻ പോയോ? വാ ജോർജ. പണ്ടെനിക്ക് നല്ല തമ്പർ ഉണ്ടാക്കി തന്ന ആളാ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോട്ടുല കണ്ണിൽ കാച്ചി പഴുപ്പിച്ച വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. നിങ്ങൾ വായിക്കുക, അതിനല്ലത്.
കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയരായ എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം നന്നായി പഠിച്ചിട്ടുള്ള, പഠിപ്പിക്കുന്ന വളരെ തിട്ടമുള്ളവരാ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഞാൻ അല്പം പേടിച്ചാണ് നിൽക്കുന്നത്. വിശേഷിച്ച് പ്രവചന വിഷയമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് കുഞ്ഞുട്ടി പാസ്റ്റർ, അതെനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ഞാനും വളരെ അടുപ്പമായിരുന്നു. ദൈവത്തിന് മഹത്വം. മറ്റ് കർത്തൃദാസന്മാരെല്ലാവരും. അതുകൊണ്ട് എന്തേലും ഒരു ചെറിയ അപാകത വന്നാൽ ക്ഷമിക്കണം. ദൈവത്തിന് തന്നെ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇപ്പം പൊട്ടത്തരമായിരിക്കും പറയുന്നത്, എന്നാലും എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങളെല്ലാം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. അത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. അതില് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി. അത് എഴുതിയിട്ടില്ലെങ്കിലും ആശയം അതാ. ഒന്ന് 3 കാലമാണ്. അതൊന്ന് പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഈ 3 കാലത്തെ പറ്റിയും ആ കണ്ണികയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതില് പൂർവകാലം എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 35-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ല. 33-ാം വാക്യം 33 ഒന്ന് വായിച്ചേര്. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം 3 കാലത്തെ പറ്റിയാ ഈ കണ്ണികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സൂക്ഷിച്ച് പഠിച്ചാൽ, ധ്യാനിച്ചാൽ മനസ്സിലാകും. 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. അതിൽ പൂർവകാലം എന്നുള്ള പദം ഇപ്പോൾ വായിച്ചു കേട്ടു. വർത്തമാനകാലവും ഭാവി കാലവും ആ തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. അതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നമുക്കറിയാം 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ, വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്. ഇതിലെ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഉറപ്പിച്ചും തറപ്പിച്ചും ഒരു 13 ലേഖനം പൗലോസ് എഴുതിയതെന്ന് നമുക്ക് സ്ഥാപിക്കാം. ഒരു ലേഖനം അല്പ തർക്കമുണ്ട്, എങ്കിലും തർക്കം ദൈവസഭയ്ക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് 14 പൗലോസ് തന്നെ എഴുതിയതാണ്. അപ്പോൾ 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ, ഞാൻ എപ്പോഴും പറയും, 27 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, മൊത്തം 66 പുസ്തകം. ചില ആൾക്കാരുടെ കയ്യിൽ പുസ്തകം കൂടുതൽ ഇരിപ്പുണ്ട്. അതാരാന്ന് അവരെ കാണുമ്പോൾ അറിയാം. അവരുടെ വസ്ത്രധാരണവും പോക്കും നടപ്പും സംസാരവും ഇടപാടും ഒക്കെ കാണുമ്പോൾ അറിയാം പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ. അത് എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട, നിങ്ങളും പറയണ്ട. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്? കാണുമ്പോൾ അറിയാം. ആ പോകുന്ന അമ്മാമ്മ പുസ്തകം കൂടുതലുള്ള അമ്മാമ്മയാ. ആ പോകുന്ന അച്ചാച്ചൻ പുസ്തകം ചാച്ചനെന്നോ ലോപിച്ച് പറയുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രധാനമായിട്ട് അംഗീകരിച്ചതും അനുഷ്ഠിക്കുന്നതുമായ പുസ്തകം 66 പുസ്തകമാണ്. സത്യവേദ പുസ്തകം. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവര് നന്നായിട്ട് പ്രസ്താവിച്ച് കാണും. ഇവിടെ ഇരിക്കുന്നവരും ഇതൊക്കെ അറിവുള്ളവരാ. നിങ്ങൾക്ക് എല്ലാം അറിയാം. അറിയാത്ത ആരേലും പൊട്ടുപടിച്ചതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിനാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. കാരണം പലർക്കും ഇതെന്തുവാണെന്ന് അറിയാൻ മേല. ഞായറാഴ്ച ആകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാം. ഇതെന്നതാണ് ഈ ഓടുന്ന പുള്ളിക്ക് പറയാൻ പറ്റില്ല എന്നതാണ്. ഇത് എടുത്തോണ്ട് ചിലർ ഞായറാഴ്ച 9:30 ആകുമ്പോഴാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യടി എൻ്റെ ബൈബിള്? അത് ബൈബിളെന്ന് പോലും പറയല്ലേ, എൻ്റെ ബൈബിള്. അത് ഞായറാഴ്ച 9:30 ആകുമ്പോഴാണ്. അപ്പൊ ചില സഹോദരിമാർ പറയും, കഴിഞ്ഞ ആഴ്ച എവിടെ കൊണ്ടാ വെച്ചേ? അപ്പൊ ഒരാഴ്ചയായിട്ട് ഇവനിത് കണ്ടിട്ട് പോലും ഇല്ല. അവനും സഭയുടെ സെക്രട്ടറിയാ. ഇവിടുത്തെ സെക്രട്ടറിയുടെ കാര്യമല്ല പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ലെന്നാണ് മുമ്പേ അദ്ദേഹം പറഞ്ഞ്. അത് തന്നെ വളരെ നന്നായി. ചിലയിടങ്ങളിൽ, എല്ലാവരുടെയും കാര്യമല്ല, കമ്മിറ്റിയിലുള്ള ആളാ, പക്ഷെ ഒരാഴ്ചയായിട്ട് ഇത് കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ടീപ്പോട് അടിയിലാണ് കൊണ്ടുവച്ച്. എന്നാ ബ്ലസൻ എടുത്ത് കാണാം. അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല, എന്നെ പറ്റി അവിഖ്യാതിയൊന്നും. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്.
എന്നാൽ ബ്ലസ്സിയുടേക്കാണ് അവൾ പറഞ്ഞ ഞാൻ ബൈബിൾ യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഏതാ ബ്ലസ്സിക്ക്? അവളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് പലരും കണ്ടിട്ട് പോലുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് ചിലക്ക് ഇത് അറിയത്തില്ല ഇതെന്തുവാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. ഈ സത്യവേദ പുസ്തകം 66 പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഒറ്റയൊരുത്തൻ ഉണ്ടാകാൻ ഒക്കത്തുമില്ല. കാരണം ഇതിന്റെ പേര് തന്നെ സത്യവേദമെന്ന. ഇത് വേദമാണ്, ഇത് മുഴുവൻ സത്യമാണ്. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാൽ ഇതിനകത്ത് വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഇത് നമ്മുടെ കരുത്തിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ മകത്ത് ഈ പുസ്തകത്തിന്റെ വിശേഷത നമുക്കറിയാം. 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാർ ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പല നൂറ്റാണ്ടുകളിലാണ് ഇത് എഴുതിയത്. പക്ഷേ എഴുതിയെല്ലാം ക്രമപ്പെടുത്തി വന്നപ്പോൾ ഇത് ഒത്തെന്നുള്ളതായി പുസ്തകത്തിന്റെ വിശേഷത. എന്ന് പറഞ്ഞാൽ എഴുതിയത് പിന്നെ തൂക്കണ്ട ഗതികേട് വന്നിട്ടില്ല, തൂക്കുറവറിന്റെ ആവശ്യമേ വന്നിട്ടില്ല. മറ്റു പുസ്തകമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തൂക്കുറവറും കൂടെ കൊടുക്കണം. അതങ്ങ് തൂത്താക്കാൻ പറയാം. ഒക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒക്കുന്നില്ല. അതെന്നാ കാര്യം? അത് പുള്ളി ഇത് സൃഷ്ടിച്ചെന്നാ എഴുതിക്കുന്നത്. വെള്ളം പുള്ളി സൃഷ്ടിക്കുന്നതിന് മുന്നേ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ തല്ലുണ്ടായി പോകുന്നത്. അപ്പൊ ഒക്കുകയല്ല. ഒക്കാത്തതിനെ പുസ്തകം കൊടുത്തേച്ച് കുറെ തൂക്കുറവറും കൂടെ കൊടുക്കണം. വായിക്കും തോറും തൂത്തോണം. ഇതിനകത്ത് തൂക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഇത് പറഞ്ഞത് അങ്ങനെ തന്നെ. കാരണം രണ്ട് കാര്യം ഇപ്പോൾ ഒന്ന് തെളിയിച്ചേക്കാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പൊ ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ ദൈവം. ഒന്ന് വായിച്ചേര് ബിന്ദു എന്നല്ലേ കർത്തദാസിയുടെ പേര്? വായിര്. ഉൽപ്പത്തി കാണാതാന്നേലും പറഞ്ഞു, എന്നാലും വായിച്ചു. ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ഏകവചനമാണ്. ദൈവങ്ങൾ എന്നല്ല, ദൈവം. അതിനാ ദൈവങ്ങൾ. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ. പിന്നെ ആണിനെയും പെണ്ണിനെയും എല്ലാം അങ്ങ് ദൈവമാക്കുക. ഈയിടെ കേട്ട് ദൈവം തങ്ക എന്നാ പേര് തങ്ക എന്നാ. പക്ഷെ ദൈവമായി തങ്ക കോട്ടയം സൈഡിലാ. പാമ്പാടി സൈഡിലുണ്ടായിരുന്ന ചാമള, ശാന്തമ്മ, തങ്കമ്മാമയാന്ന് ഇരിക്കുന്നത്. തങ്കമ്മാമയല്ലേ? അമ്മാമയ്ക്കറിയാതില്ലോ ശാന്തമ്മേനെ. ഞങ്ങളുടെ പാർശ്വയുടെ സഹധർമ്മിണി ശാന്തമ്മ. പേരും ഒരു സുഖമില്ല, ശാന്തമ്മ എന്നൊക്കെ. നിങ്ങളിവിടെ ഞങ്ങൾ ബാബുവിൻ്റെ അവിടെ. അതാരാ? ദൈവമാണ്. പേരിനൊരു ദൈവത്തിൻ്റെ പേരാ ബാബു. ഒരു സുഖമില്ല കേട്ടിട്ട്. ബാബു പേരിടുമ്പോഴെങ്കിലും ഒരു വേണ്ടേ? പിന്നെ അതുകൊണ്ട് ചിലര് പേരിനൊക്കെ ഇപ്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒന്നും അറിയാൻ മേല. പിന്നെ ദൈവം ആയപ്പം ഇച്ചിരി പേരിനൊക്കെ ഒരു പറഞ്ഞ് പറയണ്ടെന്ന് പറഞ്ഞു. ഈ പേരിടുമ്പം അതിന് ഒരു പണ്ട് ഞാനെപ്പോഴും പറയും, ഈ സ്വാമിമാരുടെ പേരൊക്കെ നല്ല പേരുകളാണ്. ശുഭാനന്ദ, ഗീതാനന്ദ, ശ്വാശ്വതീകാനന്ദ, നല്ല പേരുകളാണ്. അപ്പോൾ ഒരുത്തനെ കള്ളസ്വാമിയായി. അവൻ അങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ച് എനിക്കൊരു സ്വാമിയാകണം. സ്വാമിയാകണമെങ്കിൽ അതിന് ഒത്തിരി ചിട്ടകളും ക്രമങ്ങളും ഒക്കെ ഉണ്ട്. ഇവന് രാത്രി കിടന്നപ്പോൾ തോന്നി സ്വാമിയാകണം. വെളുപ്പിനെ എഴുന്നേറ്റു. നല്ല തണുപ്പാ. പോയി കുളിച്ചു. തണുപ്പത്തങ്ങ് പ്രയാസമായി. എന്നാലും അടുപ്പിൽ കിടന്ന യാരം എല്ലാം മാരി തൂത്ത് എവിടുന്ന് ഒരു വസ്ത്രമൊക്കെ ഇട്ട് രാവിലെ ഇറങ്ങിയപ്പം ഒരാൾ ചോദിച്ചു സ്വാമിയാന്ന്. പുള്ളി അങ്ങ് പറയാം സ്വാമി. അപ്പം അവർ ചോദിച്ചു പേരെന്തുവാ? അവിടെ പുള്ളി പറഞ്ഞു സ്വാമി തണുപ്പത്ത് കിടുകിടാനന്ദ. കാരണം വെളുപ്പിനെ പച്ചവെള്ളത്തിൽ കുളിച്ചതാ, കിടുകിടിപ്പുണ്ട്, അതിനാ പേര്. പുള്ളി കേട്ടപ്പോൾ എല്ലാം ആനന്ദം കൂട്ടിയാ. ഏതാ? ശുഭാനന്ദ, ഗീതാനന്ദ. അപ്പം പുള്ളി പെട്ടെന്ന് പേരിട്ടു സ്വാമി തണുപ്പത്ത് കിടുകിടാനന്ദ. അപ്പം ഈ പേരിടുമ്പോൾ അതിന് ചില വ്യത്യസ്തങ്ങളൊക്കെ ഉണ്ട്. അപ്പം ദൈവം കളിക്കുന്നവരെ പേരിടുമ്പം ബാബു ദൈവം ഒരു സുഖമില്ല കേൾക്കാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാബുവിൻ്റെ പേര് മാറ്റുന്നതാ പറയുമ്പോഴൊരു. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം സത്യദൈവമാണ്, ഏക ദൈവമാണ്, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ, ഇന്നും ജീവിക്കുന്ന ദൈവമാ, ഏക നിത്യ സത്യ ദൈവമായ ഈ ദൈവത്തെ ഭജിക്കുവാൻ ആരാധിക്കുവാൻ ലഭിച്ച അവസരമോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം.
ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കൂ സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യ യേശുമഹേശനെ, ഭജിക്കുക നീ നിത്യ യേശുമഹേശനെ, യേശുമഹേശനെ നാഗനി വാജനെ, യേശുമഹേശനെ നാഗനി വാജനെ, ഭജിക്കുക നീ നിത്യം യേശുമഹേശനെ, ഭജിക്കുക നീ നിത്യം യേശുമഹേശനെ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശുമഹേശനെ, ഭജിക്കുക നീ നിത്യം യേശുമഹേശനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ യേശുവിനെ ഭജിക്കുന്നതാണ്. അപ്പൊ ഇവിടെ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം ഉൽപ്പത്തി 1:1 വായിക്കുക, ആദിയിൽ ദൈവം, ദൈവങ്ങൾ എന്നല്ല, ദൈവം ഏകവചനം, ദൈവം ഏകൻ. പിശാചുക്കളെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക, ദൈവം ഏകൻ തന്നെ, യഹോവ ഏകൻ. അപ്പൊ ഉൽപ്പത്തി 1:1 വായിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയ ഏകദൈവം. വെളിപ്പാട് പുസ്തകത്തിലും വന്നപ്പോൾ ആ ദൈവത്തെ പറ്റി തന്നെ മാത്രമാ പറയുന്നത്. അതിനിടയ്ക്ക് വേറെ ആരും ദൈവം കളിക്കാൻ തങ്കയും വന്നില്ല, ചാന്തമ്മയും കയറി വന്നില്ല, ബാബുവും വന്നില്ല, പിന്നാരാ വേണ്ട അത്രയും പറഞ്ഞാൽ മതി, വെറുതെ എന്തിനാ. ആ ദൈവത്തെ തന്നെ മാത്രമായി പറഞ്ഞേക്കുന്നത്. ദൈവം ഒരുവനാണ്, ഏകദൈവം, നിത്യദൈവം, സത്യദൈവം. മാത്രമല്ല തിരുത്തേണ്ട ഗതികേട് 1600 കൊല്ലം മുമ്പായി എഴുതിയത് ഏകദൈവം. 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം വരുമ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറയുന്നത്. മാത്രമല്ല ഉൽപ്പത്തി 1:1 ആ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നുകൂടെ വായിച്ചോ, 1:1 പെട്ടെന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ദൈവമായി ഇത് സൃഷ്ടിച്ചത്. 90-ാം സങ്കീർത്തനം നമുക്കെല്ലാം മനപ്പാഠമാ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാ. അവൻ സർവശക്തനായ ദൈവം, സകലത്തെ സൃഷ്ടിച്ച ദൈവം. അവൻ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഇത് ദൈവം സൃഷ്ടിച്ചതായി ഈ ഭൂമിയും ആകാശവും, അല്ലാതെ വേറെ ആരും സൃഷ്ടിച്ചതല്ല. നമ്മളെ പണ്ടൊക്കെ പഠിച്ചതും പഠിപ്പിക്കുന്ന ഓരോ ഏരിയ ഓരോരുത്തർ വന്ന് സൃഷ്ടിച്ചേച്ച് പോയെന്ന ഒരു സ്കൂളിൽ പഠിച്ചതാ. ഇത് എറിഞ്ഞപ്പം പിച്ചാത്തി എറിഞ്ഞാലൊന്നും ഇതുണ്ടാകുകയല്ലേ തങ്കച്ചാ. അങ്ങനെ എന്നാൽ തള്ള എത്ര ഏറെ എറിഞ്ഞാ കോഴി പിന്നെ പൂച്ചക്കിട്ട് എറിഞ്ഞതാ മത്ത് വെട്ടിക്കൊണ്ടുമ്പം തൂമ്പായിട്ട് കളച്ച അച്ചായൻ അരിജൻ കയറി തൂമ്പ എടുത്ത് പിന്നെ ഉമ്പായും കോടാലി എറിഞ്ഞാലൊന്നും ഇത് ഉണ്ടാകുന്നതല്ല. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചത് സൃഷ്ടിച്ചത് മഴു പറഞ്ഞപ്പം സ്കൂളിൽ പഠിപ്പിച്ചതാ. കന്യാകുമാരി ചിതയാതിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാശുവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പ് മനസ്സമുള്ള കേലമിഞ്ചിതേര കേരം കവുങ്ങ് തളിർ വെറ്റില ഏത്തവാഴ ഈ രമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങും ഈ നൽപാരാഗ്ര കൽപ്പതരുമണ്ഡിത നന്ദനാഭം വിന്ധ്യം ശമിക്കരിശം എന്നറിവാർന്നൊടുക്കും. അപ്പോൾ ഇത് മഴു പറഞ്ഞ് സൃഷ്ടിച്ചതല്ല. ഈ തിരുവെടുത്ത് പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെതാ. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം.
അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിക്ക് സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ വാക്ക് തന്നെ പറഞ്ഞ് തിരുത്തിയിട്ടില്ല. വെളിപ്പാട് 4:11 വായിച്ചു. ഇതിനോട് ചേർത്ത് വെളിപ്പാട് 4:11. ഇവിടെ മുന്നിൽ ഇരിക്കുന്നവരുടെ മൈക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്കും വായിക്കാം. എടുക്കുന്നവരങ്ങ് വായിച്ചോ. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് അവിടുന്ന് മാത്രമാണ് യോഗ്യൻ, സർവ്വത്തെ സൃഷ്ടിച്ചവൻ. അപ്പോൾ ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതിന് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല, വെട്ടിമാറ്റേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇപ്പൊ എല്ലാം വെട്ടിമാറ്റുക. ഇന്ന് പേപ്പർ കണ്ടു, വെട്ടിമാറ്റാൻ ഒത്തിരി വെട്ടിമാറ്റി ഇല്ലേ? വെട്ടിമാറ്റിയില്ലേ? വേറെ വെട്ട് മൊത്തം വെട്ടാന്നല്ലോ. വെട്ടാനായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാർ എന്നാ നിങ്ങൾക്ക് എല്ലാവരും അരുതാഴിയെ പോലെ മുഴുവൻ വെട്ടുക. അപ്പോൾ ഇപ്പൊ ഇന്ന് തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വെട്ടണമെന്ന് ഇല്ലയോ? പേപ്പർ വായിച്ചില്ലയോ? അവരും പറഞ്ഞു ഇന്നങ്ങാണ്ട സമരമായിരുന്നു അവിടെ, ഇല്ലയോ? നാളെയാണോ? എന്നേലും ആട്ടെ, എന്നാലും പ്രശ്നമാണ്. അങ്ങനെ വെട്ടി വരുമ്പം തീറും. പക്ഷെ ഇത് വെട്ടിമാറ്റേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. എഴുതിയത് തന്നെ. ഒന്നും തിരുത്തേണ്ട ഗതികേട് കാരണം ആവശ്യമില്ലാത്ത അല്ലല്ലോ എഴുതി വെച്ചേക്കുന്നേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ 1600 കൊല്ലം മുമ്പ് പറഞ്ഞു ദൈവമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ പറയുക, ആമേ കർത്താവേ, നീ തന്നെ സർവ്വവും സൃഷ്ടിച്ചവൻ. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതെടുത്തതും ഇത് വായിക്കുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. വെളിപ്പാട് 1:3 വായിക്കുന്ന അമ്മാമയ്ക്കുന്ന ഭാഗ്യമുണ്ട്, സ്തോത്രം. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. പിന്നെ ഇത് നിങ്ങളോടൊക്കെ അമ്മാമയ്ക്ക് മാത്രമോ ഉള്ളോ? അല്ല, കേൾക്കുന്ന നിങ്ങളും ഭാഗ്യമുള്ളവരാ. അതെ. പിന്നെ പ്രമാണിക്കാന്നേ ഭാഗ്യത്തിന്റെ അയ്യരുകളിയാ. 3-ാം വാക്യം വായിച്ചോ, വെളിപ്പാട് 1:3. ഞങ്ങളുടെ ഒരു പഴയ ഭാഷയുടെ ഭാര്യയാ തൻ്റെ മാമ. ദൈവത്തിന് മഹത്വം, ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിന് മഹത്വം. അപ്പോൾ ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാ. അങ്ങനെയെങ്കിൽ ഇത് കേൾക്കുന്നതെല്ലാം വലിയ ഭാഗ്യമാണ്. ഇന്ന് രാത്രി പന്തലിൽ നിന്ന് കേൾക്കുന്നവർ, വഴി സൈഡിൽ നിന്ന് കേൾക്കുന്നവർ, ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ, നിങ്ങളും ഭാഗ്യവാന്മാരാ. ഇന്ന് രാത്രി ആ ഭാഗ്യം സിദ്ധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധികം വിവരിക്കുന്നില്ല, കർത്താവിന് മഹത്വം. അപ്പോൾ ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യമുള്ളവർ. ഇത് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, പഴയ നിയമത്തിലെ 39 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകം, 40 പേരാൽ എഴുതപ്പെട്ട ഈ പുസ്തകം. ആ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വചനം പഠിക്കുന്നവർക്കറിയാം, ചരിത്രം പഠിച്ചവർക്കറിയാം. 8 പേര്. അത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം. 4 പേര് അപ്പോസ്തലന്മാരാ. അതിൽ 1 മത്തായി, 2 യോഹന്നാൻ, 3 പത്രോസ്, 4 പൗലോസ്. ഇങ്ങനെ 4 പേര് അപ്പോസ്തലന്മാര്. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് ആരെന്ന് ചോദിച്ചാൽ യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. അവര് 4 പേരും അപ്പോസ്തലന്മാരല്ല. എന്നാൽ അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ സന്തത സഹചാരികളായി ശുശ്രൂഷകൾ ചെയ്തവരാ. 1 മർക്കോസും 2 ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും നിരന്തരം ശുശ്രൂഷയിൽ വ്യാപൃതരായി ഈ വേലയ്ക്ക് ചുമല കൊടുത്തവരാ. അപ്പോൾ അതില് പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പറയുക, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് തിരിക്കും. ഒന്ന്, ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ദൈവത്തിന് മഹത്വം. 5ാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയാ. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. ഈ ആദിമ സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയല്ല, യാക്കോബയല്ല, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, CS, ഇവാഞ്ചലിക്കല്, മാർത്തോമ, പിന്നെ എന്തുവാ, സാൽവേഷൻ ആർമി, പിന്നെ ഏതാ വേറെ ഏതൊക്കെ ഉണ്ട്, ബെന്തിക്കോസ്, ബ്രദറ്, പിന്നെ കൽദായ സുറിയാനി, കനാനായ കാത്തലിക്സ്, കനാനായ യാക്കോബ, പിന്നെ ലത്തീന്, ലണ്ടന്. പണ്ട് വേട്ടമല്ല പീലിപ്പോച്ചൻ ഒരു വരി എഴുതി സഭകളിൽ. പുള്ളി അവിടെ നിന്നുകൊണ്ട് എഴുതി. അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നേ പുള്ളി കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതിയാണ്. അവിടെ നിൽക്കുമ്പോൾ അത് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളി എഴുതിയാണ്. എന്നാലും വരി കുഴപ്പമില്ല.
സഭകളേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. സഭകളേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ മാർത്തോമാർ റോമക്കാർ പെന്തക്കോസ്ത് വേർപാടും. പിന്നെ CSI ലത്തീനും ലണ്ടനും ചർച്ചിലും യേശുവിൽ ഒന്നാകും. ഫിലിപ്പോച്ചനെ തിരുത്തുകയല്ല, പാട്ട് തിരുത്തുക. ഇതെല്ലാം കൂടെ ഒന്നാകുകയല്ല, ഇതിനകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടവരൊരു കൂട്ടമാകും. അല്ല ഇതെല്ലാം കൂടെ ഒന്നാകാൻ പിന്നെ എന്തിനാ ഈ ചക്രജാതം വലിക്കുന്നത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവിധ സഭകളുണ്ട്. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, അവൻ ആദിമ സഭ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും അല്ല. കത്തോലിക്കരല്ല, യാക്കോബായല്ല, അവർ പറയുന്നത് വത്തിക്കാനിലായിരുന്നു, അവിടെ ഒന്നും അതൊന്നും അല്ല. ചില പറയുന്നത് അന്ത്യോക്യൻ, അതുമല്ല. നമ്മൾ പറയുന്നത് കുമ്പനാട്ട് തുടങ്ങിയെന്ന്, അതൊന്നുമല്ല. ഇപ്പൊ ചില പറയുന്നത് മുളക്കൊടയല്ലാന്ന്. നിങ്ങൾ പറയാൻ പായ്പാട്ടായിരിക്കും തുടങ്ങിയല്ലയോ? ആയിക്കോട്ടെ, ഒന്നും സഭയല്ല. ഓ, തിരുവല്ല ടൗണിൽ തുടങ്ങിയെന്ന്. ഇപ്പൊ ചെല്ലി പറയുന്ന അടയാറില്ല, ഇപ്പൊ ആമ്പല്ലൂരാ. ഏതാ സഭ? ഒറ്റവാക്കി പറഞ്ഞു വിട്ടേക്കാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. ആ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി, ആദിമസഭ. ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് സമയം കിട്ടുകയാണെ വരാം. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി IPSCയോട് ചേർത്തുന്നോ, ചർച്ചോക്കോടിനോട് ചേർത്തുന്നോ, ഷാരോനോട് ചേർത്തുന്നോ, ന്യൂണ്ടിയ ബൈബിൾ ചർച്ചിനോടും പിന്നെ ന്യൂണ്ടിയ ചർച്ചോക്കോട്. എന്നാണ് ഒരാൾ പറഞ്ഞു, ബേച്ചന്റെ സഭയും തമ്പിച്ചന്റെ സഭയാണ്. അവർ രണ്ടുപേരും കർത്താവിനെ ഉണ്മയോടെ സേവിച്ചവരാ. അവരുടെ അല്ല സഭ, സഭ കർത്താവിൻ്റെയാ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന. സഭ കർത്താവിൻ്റെ. പിന്നെ മനസ്സിലാകാനായിരിക്കും പറയുന്നല്ലേ, കുഞ്ഞാനിച്ചാൻ്റെ സഭ, കുഞ്ഞോളമ്മാമ്മയുടെ സഭ, ആണോ? മേരിക്കുട്ടിയുടെ സഭ, മേരിക്കുട്ടി അനിയത്തി മാത്രമേ ഉള്ളൂ. സഭ കർത്താവിൻ്റെതാ. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 പുസ്തകം 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ ക്രിസ്തുവേശുവിന്റെ ചരിത്രം ഞാൻ പറയാ, നല്ല ചരിത്രം അതാ. യേശുക്രിസ്തുവിന്റെ ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, അപാകതകളും ന്യൂനതകളും യാതൊരു പോരായ്മകളും ഇല്ലാത്ത നല്ല ചരിത്രം, അടുക്കടുക്കായിട്ട് സങ്കോചം കൂടാതെ, യാതൊരു ജാള്യത കൂടാതെ, എവിടെയും ഏത് സ്ഥലത്തും ഏതിടങ്ങളിലും പറയാൻ പറ്റുന്ന നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഒരുവനില്ല. ഞാൻ പറയും, നമ്മുടെ ചരിത്രം ഒന്നും പറയാതിരിക്കുന്നതാ. നമ്മുടെ ചരിത്രം ഒന്നും അധികം, കാരണം എല്ലാവരുടെയും ചരിത്രം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ, ഇപ്പൊ ഞാൻ എഴുന്നേൽക്കുന്ന മുന്നേ എന്നെ കർത്താവിൻ്റെ വലിയൊരു താങ്ങാം. ഇവിടെ പറഞ്ഞത് തെറ്റല്ലേ പറഞ്ഞേ, അച്ചായൻ പറഞ്ഞതിന് മോശമല്ല, എല്ലായിടത്തും അങ്ങനെ കർത്താവിൻ്റെ വലിയൊരു ദാസൻ കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ, ലോകത്തിന് വെളിയിലും ഇതുപോലെ പ്രഗത്ഭനും പ്രശസ്തനും അതെല്ലാം താങ്ങാം. ഞാനിവിടെ കേൾക്കുമ്പോൾ അങ്ങോട്ട് പറയും, ഈ ദൈവദാസൻ ഇതുപോലൊരു കർത്തദാസൻ, ശ്രേഷ്ഠൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുക. ദൈവത്തിന് കുറ്റമല്ല ഈ പറഞ്ഞത്. അല്ല, ചില രീതികൾ അങ്ങനെയാണല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് കൺവെൻഷനൊക്കെ, വലിയ കൺവെൻഷൻ ഞാൻ താങ്ങി 10 മിനിറ്റ്, എല്ലാവരുടെയും പേര് പറഞ്ഞു വരുമ്പോൾ തന്നെ 5 മിനിറ്റ്, പിന്നെ നന്നായിട്ട് താങ്ങി കഴിയുമ്പം 10 മിനിറ്റ്, ആകെ കൊടുത്തത് 20 മിനിറ്റ്. അതും കാശ് കൊടുത്താൽ 20 മിനിറ്റ് കിട്ടിയത്. എവിടാന്ന് എന്നോട് ചോദിക്കരുത്, എന്നെ കൊണ്ട് പറയിപ്പിക്കുക ചെയ്യരുത്. പിന്നെ കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് താങ്ങുക. അതുകൊണ്ട് വലിയ കുഴപ്പം ചിലയിടത്തില്ല. പക്ഷേ നമ്മുടെ ആരുടെയും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. പക്ഷേ പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല ചരിത്രം യേശുവിൻ്റെതാ. യാതൊരു അപാകതകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത. പ്രൈസ് ദി ലോർഡ്. അല്ല, നമ്മുടെ കുടുംബചരിത്രവും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഞങ്ങളുടെ കുടുംബം മിണ്ടരുത് നീ. പണ്ടൊരുത്തനെ കുടുംബ വിശേഷത പറഞ്ഞ്, ഞങ്ങൾ ഇന്ന പേര് പറയുന്നില്ല, ഇന്ന കുടുംബത്തിലാന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്തിരുന്ന ഒരാൾ, അവരെ അറിയാവുന്ന ആളാണ്. എൻ്റെ കുടുംബം അവൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയതാണ്. എന്നോട് പറഞ്ഞതാ. ഞാൻ പിന്നെ കേൾക്കാത്ത ഭാവത്തിൽ അങ്ങ് ഇരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എഴുന്നേറ്റ് വലിയ വിശേഷം ഒന്നും പറയാതിരിക്കുന്നതാ
നല്ലത്. നമ്മുടെ ചരിത്രമൊന്നും, ഞങ്ങളുടെ കുടുംബചരിത്രം, എൻ്റെ ഫാമിലി മിണ്ടി പോകരുത് നീ. അവൻ വല്ലവും പറയാനുണ്ടെങ്കിൽ യേശുവിനെ പറ്റി പറ. ഏറ്റവും നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടാൽ വിടുതൽ നടക്കുന്ന ചരിത്രം, കേട്ടാൽ രോഗികൾ സൗഖ്യമാക്കുന്ന ചരിത്രം, കേട്ടാൽ മൂഢന്തന്മാർ കുതിച്ച് ചാടുന്ന ചരിത്രം, അവൻ ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന അവൻ ചരിത്രം, അവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ചരിത്രം, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്ന ചരിത്രം, അവൻ മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ചേടിയെടുന്ന ചരിത്രം, അവൻ 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീക്ക് അവൻ വിടുതൽ കൊടുത്ത ചരിത്രം, ഇന്ന് രാത്രി കൂനിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച ചരിത്രം, ദൈവത്തിന്റെ പൈതല്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചരിത്രം. ഈ ചരിത്രത്തെ വെല്ലുവാൻ വേറൊരു ചരിത്രമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി, ഈ രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലുള്ള ബന്ധനങ്ങളെ അടിച്ചു മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള, രക്ഷിപ്പാൻ കഴിയുക മൗനമായിട്ടിരിക്കാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശുവിന്റെ ചരിത്രം, യേശുവിന്റെ ചരിത്രം, നിന്നെ വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ചരിത്രം, ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടി ഇരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന അത്ഭുതത്തിന്റെ, വിടുതലിന്റെ, അതിശയത്തിന്റെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന, വിറയ്ക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്ന യേശുവിന്റെ നാമം, നല്ല ചരിത്രം, യേശുവിന്റെ ചരിത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം. യേശു എല്ലാവരും ശ്രേഷ്ഠൻ, അവൻ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശിയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, ഇന്ന് രാത്രി വലിയവനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ പ്രിയരെ, നമ്മുടെ ചരിത്രം ഒന്നും അധികം പറയാതിരിക്കുന്നതാ. ഈ ചിലര് ജീവചരിത്ര പുസ്തകം എടുത്തിട്ടുണ്ട്, ചുമ്മാതാ, കുറെ കാര്യം എഴുതുന്നേ ഉള്ളൂ, ചരിത്രമൊന്നുമല്ല. ആണോ? ചരിത്രമാണെന്ന് എല്ലാം വേണ്ടേ? അടിയുണ്ടാക്കി വേറൊരു സഭയുണ്ടാക്കി, അത് എഴുതിയിട്ടില്ല, മിണ്ടുന്നില്ല. എഴുതുമ്പോ എല്ലാം എഴുതണ്ടേ? കൊമ്പ് കോർത്തേച്ചേ അടിയുണ്ടാക്കി വേറൊരു സഭ. അപ്പൊ അവിടെ വരുമ്പോ എഴുതുന്നത് എന്നാന്നറിയോ? വിസ്താര വൈത്താൽ വിട്ടുകളയുന്നു. നിങ്ങൾ ആരും ഒന്നും വായിച്ചിട്ടില്ലയോ? ഓ, നിങ്ങൾ വേദപുസ്തകം മാത്രമേ വായിക്കുന്നുള്ളൂ. അത് നല്ല കാര്യം. ഞാൻ എന്നെ പ്രതിയാക്കുക. ഞാൻ ചരിത്രം എഴുതിയാൽ എന്റെ ജീവിതത്തിന്റെ പോരായ്മകൾ, പോഷത്വങ്ങൾ, ബലഹീനതകൾ, അന്ന് ക്രമക്കേടുകൾ, അന്ന് കുറ്റങ്ങളൊന്നും ഞാൻ എഴുതുകയല്ല, എഴുതത്തില്ല. നിങ്ങളും അങ്ങനൊക്കെ തന്നെ. എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, എല്ലാവരും അങ്ങനെ. മിണ്ടുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഒരു ചരിത്രവും ശരിയല്ല, അല്ലെന്ന്. എല്ലാം പൂർണ്ണമല്ലല്ലോ. എന്നാൽ പൂർണ്ണമായ ചരിത്രം യേശുവിൻ്റെതാണ്. ഒരു കുഴപ്പവും ഇതിനകത്തില്ല. ഈ വേദപുസ്തകത്തിന്റെ വേറൊരു വിശേഷത, എന്തെങ്കിലും പാലിച്ചകളോ പോരായ്മകളുണ്ടോ അതിലെഴുതി ചേർക്കും. അതാ, മറച്ചു വെക്കത്തില്ല. ദാവീദ് ഏതാണ്ട് 100 സങ്കീർത്തനങ്ങൾ എഴുതിയ ആളാ. 150ൽ 100 ദാവീദ് എഴുതിയെന്നാ. പക്ഷെ 51 എഴുതി. നമ്മളന്ന് 51 പാത്ത് വെക്കും. എവിടെ ഞാൻ എഴുതിയായിരുന്നു, പക്ഷെ കാണുന്നില്ല. അതെവിടെ അച്ഛാ? ഇനി ഫയല് തപ്പണം. അതിന് അത് പെട്ടെന്ന് വരാതെ അതിനകത്തേക്ക് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തെന്ന് അത് നമ്മൾ വിളി കാണിക്കുമോ? നിന്നോട് തന്നെ നമ്മൾ വട്ടം കാണിക്കുകയല്ല. ഞാനെന്തെങ്കിലും എഴുതിയാൽ ഇതൊന്നും കാണിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം എഴുതിപ്പിച്ചത് കൊണ്ട്
അതെല്ലാം ക്ലിയർ ശൗമേന്റെ രണ്ടാം പുസ്തകം 11, 12 എല്ലാം കൃത്യമായിട്ട് തന്നില്ലേ? എല്ലാം കൃത്യമായിട്ടാണ്. അല്ലാതെ വിസ്താര ഭയത്താൽ എന്നെ നിങ്ങളെല്ലാം ഒരു അരുതാഴിയ പോലെ ഇരിക്കുന്നത്. ഞാനും നിങ്ങൾ എഴുതിയാൽ അതെല്ലാം മാറ്റും, വെട്ടും. പക്ഷേ കൃത്യ ചരിത്രമാണ്. ആട്ടെ, നമ്മുടെ വിഷയത്ത് വരാം. യേശു ക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കാൻ പറ്റുന്ന ചരിത്രങ്ങളാണ്. സ്തോത്രം. 5-ാമത്തെ പുസ്തകം, 5 ചരിത്ര പുസ്തകത്തിൽ 4 എണ്ണം ക്രിസ്തുവേശുവിന്റെ ചരിത്രമാണ്. 5-ാമത്തെ ചരിത്രം ആദിമ സഭയുടെ ചരിത്രമാണ്. അങ്ങനെ ആ ചരിത്ര പുസ്തകം. ഈ ചരിത്ര പുസ്തകം കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഉപദേശങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളും ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഉപദേശമാണ്. നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ് കൊരിന്ത് ലേഖനം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനം. സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കളുടെ സ്ഥാനമാനമാണ് എഫേസ്യ ലേഖനം. അങ്ങനെ സ്ഥാനമാനം പ്രാപിച്ച ആ ദൈവമക്കളുടെ സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനം. സന്തോഷമൊക്കെ പ്രാപിച്ച ദൈവമക്കളുടെ അവകാശമാണ് കൊലോസ്യ ലേഖനം. അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശയ തെസലോനിക്ക ലേഖനം. പ്രത്യാശ പ്രാപിച്ച ദൈവമക്കളുടെ നടപടിക്രമങ്ങളാ തിമത്യോസിന്റെയും തീത്തോസിന്റെയും ഒക്കെ ലേഖനം. അങ്ങനെയുള്ളവരുടെ സൽപ്രവൃത്തിയുടെ വിഷയങ്ങളാ വിലേമോന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം നല്ലത് കരുതി വെച്ചു. അതാ എബ്രായ ലേഖനം ഏറ്റവും നല്ലതൊന്നും മുൻ കരുതി വെച്ചു. കരുതലിന്റെ ഉപദേശം. അങ്ങനെ കരുതുന്ന ദൈവമക്കൾക്ക് സ്തോത്രം പ്രവൃത്തിയിൽ ഉത്സാഹത്തോടെ നിൽക്കണം. അതായത് യാക്കോബിന്റെ ലേഖനം പ്രവൃത്തിയിൽ ഉത്സാഹത്തോടെ നിൽക്കുന്ന ആ ദൈവമക്കൾക്ക് സ്തോത്രം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടു പോക്കണം. ദൈവത്തിന്റെ മകത്ത്. അതായത് യോഹന്നാന്റെ ലേഖനം. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഭാവി പ്രത്യാശയെ ഉണർത്തുന്ന ലേഖനമാ പത്രോസിന്റെ ലേഖനം. ഇങ്ങനെ ഭാവി പ്രത്യാശയുടെ ഉപദേശം തന്നെ പറയുക. യൂദായുടെ ലേഖനത്തിൽ പറയുക, വീടാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ 21 ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങളാണ്. മുഴുവൻ ഉപദേശമാണ്. അതുകൊണ്ട് സഭയ്ക്കകത്തൊക്കെ ലേഖനത്തിൽ നിന്ന് നന്നായിട്ട് പറയുന്നത് നല്ലതാണ്. ഉപദേശം സ്ഥാപിക്കണം, ഉപദേശം പറയണം. കർത്താവിന് മഹത്വം. അങ്ങനെ ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അത് ഞാൻ തൊടുന്നില്ല, കാരണം ഞാൻ തൊട്ടാ ഒക്കുകയില്ല. അത് നന്നായിട്ട് പറയുന്നവരുണ്ട്, അവരത് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അതിനിടെ ഞാൻ എന്തിനാ കയറി കിരണ്ടെന്നേ. നമുക്ക് എടുത്ത ഭാഗത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. എബ്രായ ലേഖനം, അത് പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളെ രക്ഷാശാസ്ത്രപരമായി പഠിപ്പിക്കുന്ന ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായി പഠിക്കുന്ന ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായി പഠിക്കുന്ന ലേഖനങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ട 3 ലേഖനം തർജ്ജമ ലേഖനങ്ങളാണ്. ഒന്ന് ഗലാത്യ ലേഖനം, 2 എബ്രായ ലേഖനം, 3 കൊരിന്ത് ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. ഈ തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമാണ്. കാരണം പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞിട്ടുണ്ട്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്ത പദം തർജ്ജനം ചെയ്യുക. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ഇപ്പൊ സഭകളിലൊന്നും അങ്ങനെ തർജ്ജനം ചെയ്യാറില്ല. കാരണം പാസ്റ്റർമാരങ്ങനെ തർജ്ജനം ചെയ്താൽ പ്രശ്നമാണ്. കാരണം നേതാക്കന്മാരെയും സെൻട്രൽ പാസ്റ്റർമാരെയും കൗൺസിലിനെയൊക്കെ കണ്ടും കാല് പിടിച്ചും ഒരു സഭ മിക്കവർക്കും നിങ്ങൾ എന്തേലും പറ. നിങ്ങളൊന്നും പറയുന്നുമില്ല. സെൻട്രൽ പാസ്റ്റർക്ക് കൈമണി കൊടുക്കണം, എല്ലാവരുടെയും കാര്യമല്ല. കൂടെ ഓഫീസിൽ ചെല്ലണം. സൂപ്രണ്ടോ ഓവർസിയറോ അല്ലെ പ്രസിഡന്റോ ജനറലോ ഒക്കെ ആണെങ്കിൽ കൂടെ ചെന്ന് കണ്ട് അച്ഛാ ആട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആട്ടെ ജോർജ് കുട്ടി, അടുത്ത മാറ്റത്തിന് ഞാൻ കാണാം. ജോർജ് കുട്ടി എന്നെയും കൂടെ ഇടയ്ക്ക് വന്നൊന്ന് കൂടെ അപ്പച്ചന് ചെന്നൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ മിടുക്കന്മാർ മാസ്റ്റർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. എനിക്ക് ഇംഗ്ലീഷ് വശമില്ല, സാറ് പറ. അതിനൊരു വേർഡുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന്. എനിക്ക് ഇംഗ്ലീഷ് വശമില്ല. മ്യൂച്വൽ തെറ്റിയോ? ഇല്ല, അങ്ങനത്തെ ട്രാൻസ്ഫർ ഇപ്പം. ഞാൻ എൻ്റെ സാധനമായിട്ട് ലോറിയിൽ അങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ സാധനം കൊട്ടി ആ ലോറിയെ തന്നെ. അപ്പം ലോറിക്കും കാശ് അധികം വേണ്ട. നമ്മൾ 2 കൂട്ടരും ഒരു ധാരണ. പാവം പിടിച്ച ഉപദേശിമാർ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ. അതുങ്ങൾക്ക് നല്ല തവയൊന്നും കൊടുക്കുകയല്ല. മിടുക്കന്മാരെല്ലാം കയറി ഇങ്ങനെ പൊരുന്നക്കോടി ഇരിക്കും പോലെ ഇരിക്കുക. അതാ ഈ മലയിൽ നിന്നെടുത്ത് അങ്ങോട്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. സ്തോത്രം. മിടുക്കന്മാരങ്ങനെ
പണ്ട് നമ്പിയാർ പറഞ്ഞാൽ മറ്റൊരു ദേഹം മഹാവാരിരാശിയെ സത്വരം ചാടിക്കടന്ന് ഞാൻ നഞ്ഞസഹ ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പുക്ക് പരങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചത് വ്യാഖ്യാനിക്കുന്നില്ല, ചാടിക്കിടന്നെന്ന്. ഇപ്പം അങ്ങനെ ചാടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൊക്കെയാ. ചില ദൈവദാസന്മാർ ഇപ്പോഴും പഴയ ഇടത്ത് തന്നെ. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റാ, റവറൻ്റ് ഒന്നുമല്ല. കാശ് കൊടുത്താൽ ഓർഡിനേഷൻ കൊടുക്കും, എല്ലായിടത്തുമല്ല, ചിലയിടത്ത്. 50 വർഷമായ ചില പാസ്റ്റർമാർ കയറി ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ജോർജ് കുട്ടി. അതേസമയം അമേരിക്കയൊന്നും പേർഷ്യയൊന്നും ഇഷ്ടം പോലെ കാശുമായിട്ട് പ്ലെയിനെ വന്നപ്പോൾ തന്നെ നേതാവിനെ പ്ലെയിനെ വെച്ച് കണ്ടു. ഉടനെ അവിടെ വെച്ച് തന്നെ ഓർഡിനേഷൻ കൊടുത്തു. താഴോട്ടിറങ്ങണ്ട ജോർജ് കുട്ടി, ഇവിടെ വെച്ച് തന്നെ കൈയുണ്ട്, കാശുണ്ട്, കീശുണ്ട്. എന്നാൽ പിന്നെ ഇപ്പം തന്നെ പ്ലെയിനെ കയറിയപ്പോൾ സഹോദരനായിട്ടാ, ഇവിടെ വന്നിറങ്ങിയപ്പോൾ റവറൻ്റായിട്ട് ഇറങ്ങി. കല്യാണം നടത്താൻ അറിയാൻ മേല, ജവോടൊക്കെ നടത്താൻ അറിയാൻ മേല, തിരുമേശ നടത്താൻ അറിയാം. ഒരുത്തൻ അപ്പം എടുത്ത് ചോദിച്ചു ഇനി എന്നാ ചെയ്യണം? നടുത്തിരുന്ന പുള്ളി പറഞ്ഞു തന്നെ അങ്ങ് തിന്നാൻ പറഞ്ഞു. കുറ്റമല്ലി പറഞ്ഞത്, ഇങ്ങനെയൊക്കെ കിട്ടിയതാ. എന്നാൽ ദീർഘവർഷങ്ങളായി ഇപ്പോഴും കർത്താവിൻ്റെ വേല ഇന്നുവരെ ഒന്നും നല്ല സ്ഥാനത്തോ നല്ല സഭകൾ കൊടുക്കുകയല്ല, കൊടുക്കത്തില്ല. നിങ്ങളാരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയും വേണ്ട. ഞാനിതൊന്നും കണ്ട് ഇളകത്തുമില്ല. ഇത് നിങ്ങൾക്കൂടെ ഗുണം വരുന്ന കാര്യമായി പറയുന്ന ഒന്ന് ഹെൽപ്പ് ചെയ്തതാ. ജോടി ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു കാര്യം പറയാ, ഇവിടുത്തെ എല്ലാം തരം നോക്കി, തണ്ടി നോക്കി, സ്ഥാനം നോക്കി, മാനം നോക്കി ഒക്കെ പലത്. പക്ഷേ സ്വർഗം നിന്നെ കൈവിടുകയല്ല കേട്ടോ. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാ. അപ്പോൾ രക്ഷാശാസ്ത്രപരമായ ലേഖനം അതാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ പ്രധാനം. റോമാലേഖനമൊക്കെ ആ ലേഖനത്തിൽ രക്ഷാശാസ്ത്രം, യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, നസറായനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. ദൈവത്തിന് മഹത്വം. പിന്നെ ക്രിസ്തുശാസ്ത്രം, കൊലോസ്യ ലേഖനമൊക്കെ അങ്ങോട്ടെടുത്ത് യേശുക്രിസ്തുവിന്റെ മഹിമ, യേശുക്രിസ്തുവിന്റെ തേജസ്, യേശുക്രിസ്തുവിന്റെ വിശേഷത, ക്രിസ്തുയേശുവിന്റെ മഹത്വം അടുക്കടുക്കടുക്കായിട്ട് അവിടെ തെളിയിച്ചിരിക്കുക. ഇതുപോലെ ശ്രേഷ്ഠന്റെ ഉന്നതനും മഹിമയുള്ള വേറൊരുവൻ ഇല്ല. പാടാന് തോന്നുന്നുണ്ട്, എന്നാൽ ഇവര് കുഴപ്പമില്ല. ദൈവത്തിൻ്റെ മഹത്വം. ഞങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് നിൽക്കുകയാണ്, ചിലപ്പോൾ കൈ കണങ്ങും. ഇപ്പം ഞാൻ പാടുന്ന എല്ലാ പാട്ടും അവർക്ക് ചിലപ്പോൾ തിട്ടം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും നോക്കാം, അരക്കൈ നോക്കാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ചാരേണ്ട ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ. ഇതുപോലെ ശ്രേഷ്ഠൻ വേറൊരുവനില്ല. അത് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. സമയം പോകുന്നല്ലോ. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ഇപ്പൊ അങ്ങനെ തർജ്ജനം ചെയ്യാറില്ല, പേടിയാ. ഇവർക്കാർക്കും അറിയാൻ മേലാഞ്ഞിട്ടല്ല, നന്നായിട്ട് അറിയാം. പക്ഷെ പേടിച്ചിരിക്കുക. സഭയിലൊന്നും ഒന്നും പറയാൻ ഒക്കത്തില്ല. കാരണം പെട്ടെന്നൊരു സ്ഥലം മാറ്റം വന്നാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഭാര്യമാര് പറയാം, നിങ്ങൾ തർജ്ജനമൊന്നും നിങ്ങൾ അവർ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇതെല്ലാം മാരിക്കെട്ടി എപ്പോഴും ഓടാൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരു സഭയിൽ ചെന്ന് നിങ്ങളുടെ ഒരു ഒറ്റ പ്രസംഗമാണ് 1 വർഷം തയ്ക്കുന്നതിന് മുന്നേ അവിടുന്ന് ഓടിയ ഞാനും കൊച്ചുങ്ങൾ കിടന്ന് കഷായിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ റാന്നിക്ക് പോയി. ഒരു പ്രസംഗം നിങ്ങൾ ഞായറാഴ്ച പ്രസംഗിച്ചതാ 7 മാസം തികയുന്നതിന് മുന്നേ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് രാത്രി എന്നോടും പിള്ളേരോടും പറഞ്ഞോളാം. തർജ്ജനം ചെയ്യുകയോ തല തല്ലി പൊട്ടിക്കുവോ എന്തെങ്കിലും ഞങ്ങൾ സഹിച്ചോളാം. അപ്പം പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിനൊക്കെ എങ്ങനെയും ആയിക്കോളാം, നമുക്ക് 3 കൊല്ലം എങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ പാട്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ, പറ. ഒരെണ്ണം മിണ്ടുകയല്ല. നിങ്ങളല്ലയോ ഇതെല്ലാം പൊതിഞ്ഞും കെട്ടിയും പോകുന്ന അല്ലേ, പറ. അതെ, ഒരു സ്ഥലമാറ്റത്തിന് പോകണമെങ്കിൽ എൻ്റെ അഭിപ്രായമാണ്, ഒരു 2 മാസം മുമ്പെല്ലാം എടുക്കുകയും പെറുക്കുകയും തൂക്കുകയും തുടക്കുകയും പൊതിയുകയും കെട്ടുകയും ചെയ്യണം. വേണ്ടായോ? അല്ലെ പിന്നെ ടീപ്പയും പോകണം, ഒന്നും വേണ്ട. ധൈര്യമായിട്ട് നേരെ അങ്ങ് പോയാൽ മതി.
നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് എല്ലാം അവിടെ ഇണക്കിയിട്ടിരിക്കുക. നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? അതുങ്ങൾക്ക് ഇത് മാത്രമായിട്ട് നേരെ അങ്ങോട്ടങ്ങ് എന്നാൽ മതി. ഇവിടത്തെക്കാളും മെച്ചമാണ് അവിടെ ചെല്ലുമ്പോൾ, അവിടത്തെക്കാളും മെച്ചമാ ഒന്നും അറിയേണ്ട പുസ്തകമായിട്ട് നേരെ അങ്ങ് നടന്ന് അങ്ങോട്ട് ചെന്നാൽ മതി. അത് വല്ലതും നമുക്കൊക്കുവോ? കൊള്ളാം. ഞങ്ങളൊരു ഭാഷയെ കൊണ്ടുപോകാൻ നേരത്ത് ലോറി വിട്ടപ്പോൾ തള്ള പറഞ്ഞു, അയ്യോ എൻ്റെ അരകല്ലും പിള്ള എടുത്തില്ലെന്ന്. വണ്ടി അവിടെ നിർത്തി, പിന്നെ താഴെ ചെന്ന് പുള്ളക്കല്ല് തപ്പി കിടക്കുക. വേറൊരു ട്രാൻസ്ഫറിന് ചെന്നപ്പം രസകരമായിട്ടാണ് എല്ലാം എടുത്തപ്പോൾ പറഞ്ഞു, ഒരു സാധനവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിച്ചു എന്തുവാ? ഒരു പഴയ സാധനം. അപ്പോൾ ഒരുത്തൻ ചോദിക്കാം അമ്മച്ചിയാണോ എന്ന്. അപ്പം അമ്മയെ കാറെ കൊണ്ടുവരാനാണ് ഇരുന്നത്. അപ്പം അവൻ്റെ പാചകമാണ്. അപ്പം ഇതെല്ലാം പെറുക്കി കെട്ടിയൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സഹോദരിമാർ പറയും, നിങ്ങൾ തർജ്ജനം ഒന്നും ചെയ്യും, നിങ്ങൾ ഒരു നല്ലൊരു വാക്യം വെച്ച് ഇവനെ എല്ലാം അങ്ങോട്ട് ഇളക്കെ. അതിന് പുള്ളി ഞായറാഴ്ച ഇങ്ങനെ വില്ലുക, ഇളക്കി നന്നായിട്ട് വില്ലിയേച്ച് യോഗം കഴിയുമ്പോൾ അടുത്ത് ചെന്ന് പെമ്പളോട് പറയും, നീ പിണ്ണതയിൽ ഇവിടെ തകവും പുറം കൂടെ അടച്ചൊന്ന് തിരുമിക്കേ, കാരണം നിന്ന് വില്ലിയതാണ്. ഒരു കാര്യം പറയാം, തർജ്ജനം ചെയ്യണം. കാരണം തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹിതമാണ്. എടാ തീർത്ത് കാര്യം പറയണം. കൈക്കൂലി വാങ്ങുന്നവൻ സഭയിലുണ്ട്, 15-ാം സങ്കീർത്തനം നന്നായിട്ട് പറഞ്ഞോണം. പലിശ മേടിക്കുന്നവൻ നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞ് പിന്നെ എന്തിനാ പഴയ ആൾക്കാർ മറ്റേ ഉള്ള കഞ്ഞിക്കകത്ത് എന്നെ പിന്നെ ഈ പരുവത്തിന് ഇങ്ങനെ വിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും വിഷയമല്ല. ഒക്കെ ഞാൻ എൻ്റെ പരുവത്തിന് കൊടുക്കാം. ഞാൻ തിരുമേശയുടെ ഉപദേശം പറയുമ്പോൾ ഞാൻ പറയും, വളരെ കർക്കശമായി കാര്യം പറഞ്ഞല്ല, നീ എടുക്കണ്ട. മുടുത്ത വണ്ണിരിക്കുക, എടുത്തില്ലേ പിന്നെ പാസ് തന്നെ തിന്നെ ഞാൻ തന്നോളാം. നീ അതോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. ഇതെല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. ഇതിന് ക്രമീകരണമുണ്ടെന്ന്, വ്യവസ്ഥയുണ്ടെന്ന്. ചുമ്മാ കപ്പലണ്ടിയും വെള്ളവും തിന്നുന്നത് പോലെ തിന്നേച്ച് പോകരുത്. അങ്ങനെ കപ്പലണ്ടിയും വെള്ളവും മുടക്കൊന്നുമില്ലല്ലോ. ഇത് ഉപദേശമായത് മുഴുവൻ. അപ്പൊ തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹിതമാണ്. എടാ സഹോദരങ്ങളോട് മിണ്ടാത്തവന് കർത്തൃമേശ കൊടുക്കരുത്. സ്വന്തം ചേട്ടനോടും അനിയനോടും ചേട്ടത്തിയോടും അനിയത്തിയോടും സഹോദരങ്ങളോടും മിണ്ടാത്ത ധാരാളം എണ്ണമുണ്ട്. ഞാൻ സഭയിൽ കാര്യം പറയും, പിന്നെ ഈ പറയുന്ന ഉപദേശത്തിന് വിരുദ്ധമായിട്ട് നീ അത് തട്ടിക്കളഞ്ഞു വന്നെടുത്താൽ നീ മേടിച്ചു കെട്ടിക്കോണം. ഇത് ഗുണ്ടായുസമൊന്നുമല്ല, കാര്യം പറയുന്നതാ. ഇതിന് വിരുദ്ധമായി നീ വന്നെടുത്താൽ നീ മേടിച്ചു കെട്ടിക്കോളും. അപ്പൊ ഒരു കാര്യം പറയാം, തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹിതമാണ്. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ബഹുമാനിപ്പാൻ, ആദരിപ്പാൻ ഒക്കെ മനസ്സുണ്ടായിരിക്കണം. നമ്മുടെ മാർഗം അതാ. അപ്പൊ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഇത് 3 ലേഖനം തർജ്ജന ലേഖനമാണ്. എന്താ ഇത് തർജ്ജന ലേഖനമാകാൻ കാരണം? നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയുള്ള ലേഖനമാണ്. ഉപദേശ പെശക്, സഭയ്ക്കകത്ത് ദുരുപദേശക്കാർ കയറി അതിന് വഴിവെച്ച് കൊടുത്തു. നുടഞ്ഞു കയറ്റക്കാരെന്നാ കൊടുത്തേക്കുന്നത്, നുടഞ്ഞു കയറ്റക്കാര്. അണ്ട 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചേ, ഗലാത്യ ലേഖനം 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായി നുഴഞ്ഞു വരും. അതൊരു ഭാഷാപ്രയോഗമാണ്. വിശേഷിച്ച് മനോരമയൊക്കെ എടുക്കുമ്പോൾ പത്രഭാഷയിൽ വരുന്ന ഒരു ഭാഷയാണ്. നിങ്ങൾ പേപ്പർ വായിക്കുന്നവർക്കറിയാം. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, പലസ്തീൻ സേന നുഴഞ്ഞു കയറി, പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാർ ഇന്ത്യയിലോട്ട് വരുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല. നമ്മുടെ ഈ രാജ്യം നല്ല രാജ്യമാണ്, ഈ മഹാരാജ്യം. ഏതാ? ഇന്ത്യ. പിന്നെ എൻ്റെ ഭാഷ ഞാൻ പറയും, ഈ കേരളം എന്ത് നല്ലതാ. ചില ആൾക്കാർ അമേരിക്കയിലും പേർഷ്യയിലും ലണ്ടനിലും കാനഡയിലും എല്ലാം പോയിച്ചു. അവന്മാർക്ക് ഇപ്പൊ കേരളം ഇഷ്ടമല്ല. എന്തുവാ കേരളത്തിൽ നടക്കുന്നത്? പോടാ ചുമ്മാ. എടാ ഇതുപോലെ നല്ലൊരു സ്ഥലം വേറെ എവിടെ ഇരിക്കുന്നു? നിങ്ങൾ അവന്മാരുടെ ആളാന്നാ തോന്നുന്നത്. ഇപ്പൊ ആൾക്കാർ പറഞ്ഞറിയോ, ഏതായാലും തങ്കച്ചായനെ ദൈവം അനുഗ്രഹിച്ചു, തങ്കച്ചായനെയും മേരിമാമേനെയും അതിന് ദൈവം ഉദ്ധാരണം കിട്ടത്. അവർക്ക് ഇപ്പം കാനഡയിൽ കുഞ്ഞുങ്ങളങ്ങ് കൊണ്ടുപോയി. എൻ്റെ തങ്കയെ നിന്നെ കൊണ്ടുപോയത് ഗുണം വരുത്താനല്ല, മഞ്ഞത്ത് കിടന്ന് നീ കൊച്ചുങ്ങളെ വളർത്തി കാനഡയിൽ
മഞ്ഞ് പടപടാന്ന് പെയ്യുക. നമ്മളോർക്കുന്ന തങ്കമ്മ അവിടെ ചെന്ന് കയ്യെ സോസ് കയറ്റി കാലേ സോസ് കയറ്റി ചെവിക്കകത്ത് പഞ്ഞിയും വെച്ച് മൂക്കി വെക്കണ്ട, ചെവിക്കകത്ത് പഞ്ഞിയും വെച്ച് ഈ ചുറ്റുന്നതിന് എന്നാ പറയുന്നത്, ഇങ്ങനെ വേറെ എന്തോ മഫ്ളയർ, എനിക്ക് ഇംഗ്ലീഷ് വശമില്ല, അതാ ഈ കുഴപ്പം. അതുമെല്ലാം വെച്ച് തൊപ്പിയും വെച്ച് തങ്ക 2 കിടുത്ത മാത്രമേ ഉള്ളൂ. കാനഡയിൽ നമ്മൾ പറയുന്നത് തങ്കമ്മ അവിടെ നല്ല ജേലായി കിടന്ന് കഷായിക്കുക. ഒന്നുമില്ല, നിനക്ക് ഇവിടെ താമസിച്ച ആ വീട്ടിലോട്ട് ചെന്ന് കയറാം. കാനഡയിൽ ഏത് വീട്ടിൽ കയറാനാ? ഇങ്ങോട്ട് പിള്ളേർ നിന്നെ കൊണ്ടുപോയില്ലാണ്ട് റോഡിലോട്ട് ഇറങ്ങി കൈ കാണിച്ചാൽ ഓട്ടോ വരും. കാനഡയിൽ ഏത് ഓട്ടോയാ? നീ വരയ്ക്കാത്തിരുന്ന് മുട്ടയിടുകല്ലാതെ. ഞാൻ തമാശ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല കുഞ്ഞുകുട്ടി പാസ്റ്ററേ. നമ്മുടെ ഈ രാജ്യം പോലെ എവിടെ ഇരിക്കുന്ന രാജ്യം നല്ല രാജ്യമാണ്. മറ്റു രാജ്യം മോശമാണെന്നല്ല, ഇത് നല്ല രാജ്യമാണ്. ഇതുപോലെ ആൾക്കാർ സഹകരിക്കുന്ന രാജ്യം വേറെ അവിടെ ഉണ്ട്. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുകയില്ല. ചെന്ന് അനുഭവിച്ചു വന്നേരം ഞാൻ ബാക്കി പറയാം. നമുക്കപ്പുറത്തെ വീട്ടിലോട്ടൊന്നും എല്ലാം വിളിക്കാം, ഒരു യാക്കാലം ഉണ്ടായാൽ നടന്നു കയറാം. അവിടെ വല്ല ഒക്കുവോ? ആണെന്ന് എന്നാ പോകുന്നോ കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ വല്ലോ? അല്ല, എല്ലാവരും ഒന്ന് പോകുന്ന നല്ലതാ. ഒന്ന് കണ്ടേച്ച് വന്നേരം അറിയാം വിചാരം. എന്ത് നല്ല സ്ഥലമാണ് നമ്മുടെ ഈ രാജ്യം. ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല 1-ാം തരം വെള്ളം കുടിക്കാൻ, കുപ്പിവെള്ളം മേടിച്ച് കുടിക്കുക. മിണ്ടുന്നില്ലല്ലോ ആരും. എല്ലാം ഇങ്ങനെ വിസ അടിക്കണേ 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 എന്നും പറഞ്ഞിരിക്കുക. അടി മേടിച്ചു വരുമ്പോൾ ഞാൻ ബാക്കി പറയാം. നമ്മുടെ ഈ മഹാരാജ്യം നല്ല രാജ്യമാണ്. ദൈവത്തിന് നമുക്ക് ഇന്ത്യ രാജ്യം. ഈ കേരളം എന്ത് നല്ലതാ. ചൊല്ലി പറയുന്നുണ്ട് കേരളത്തിലെ വഴിയൊന്നും. പിന്നെ തമിഴ്നാട്ടിലൂടെ ചെല്ലണം. ഹൈവേ മാത്രം നന്നാക്കിയിട്ടുണ്ട്. ഇടവഴി നീ കയറി ചെല്ലുന്നേരം അറിയാൻ വിവരം. നീ പോയതെല്ലാം ഹൈവേ കൂടെ ബാംഗ്ലൂർ പോയി. എന്നെ കുനിഞ്ഞിരിക്കുന്നേ ഉള്ള കാര്യമായി പറയുന്നേ. എടാ, നമ്മുടെ ഈ രാജ്യം എന്ത് നല്ലതാ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ സുവിശേഷത്തിന് വിളിച്ചിട്ട് ഇയാളെ രാജ്യത്തിന്റെ വിശേഷം പറയാനാണോ? അത് ഇതോടെ കേട്ടേച്ച് പോയാൽ മതി. അപ്പൊ ഒരു കാര്യം പറയാം, അങ്ങനെയുള്ള ഈ മഹാരാജ്യം ഇന്ത്യ രാജ്യം. പാകിസ്ഥാൻകാർ ഇതിനകത്ത് വരുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല. ഇവിടെ നാനാജാതി മനസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധനും ജൈനനും പാഴ്സിയും നിരീശ്വരവാദി എന്ന് വേണ്ട നാനാ ജീവിതത്തെ തുറകളിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന മഹാരാജ്യമായി രാജ്യം. അപ്പൊ എവരിതിനകത്ത് കമ്പിവേലിയുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു വരുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല, ഇന്ത്യയെ തകർക്കാനാണ്. മനസ്സിലായോ? അതാ നുഴഞ്ഞു വന്നെന്ന് പാകിസ്ഥാൻ സേന നുഴഞ്ഞു വന്നെന്ന്. അത് ഗുണം വരുത്താൻ വരുന്നതല്ല. ഗുണം വരുത്താനാണെങ്കിൽ ചുമതലപ്പെട്ടവർക്ക് രാജ്യത്തിലെ പ്രധാന ആൾക്കാർക്ക് അറിവ് കൊടുത്തേച്ച് അത് സമയവും ഡേറ്റും ടൈമും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ക്രമീകരണത്തോടെ വന്ന് സല്യൂട്ടും ഒക്കെ സ്വീകരിച്ച് ഇന്ത്യ ഗേറ്റ് കൂടെ, എൻ്റെ ഭാഷയാ, അന്തസ്സായിട്ട് വരണം. അത് അങ്ങനെ വരേണ്ടത്. നുഴഞ്ഞു വരുമ്പോൾ ഓർത്തോണം, ഇത് ഗുണം പിടിപ്പിക്കാൻ വരുന്നതല്ല, നശിപ്പിക്കാൻ വരുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ സഭയ്ക്കകത്ത് ദുരുപദേശക്കാർ നുഴഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ഗുണം വരുത്താൻ വരികയല്ല, സഭയെ മുടിപ്പിക്കാൻ വരുന്നവനാ. നുഴഞ്ഞു കയറ്റക്കാര്. ഒന്നുകൂടെ വായിച്ച 2:4 പെട്ടെന്ന് വായിര്. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തുന്നതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇത് തന്നെ യൂദായും പറഞ്ഞിരിക്കുന്നത്. 3:4 വായിര്. യൂദ 3:4 പെട്ടെന്ന് വായിര്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചിടുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ നുഴഞ്ഞു വന്നെന്നാ. അപ്പൊ ഈ നുഴഞ്ഞു വരുന്നത് ഗുണം പിടിപ്പിക്കാൻ വരുന്നതല്ല, സഭയെ നശിപ്പിക്കാൻ വരുന്നതാ. ഞാൻ അധികം വിവരിക്കുന്നില്ല. ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. ഇപ്പൊ നുഴഞ്ഞൊന്നും കയറണ്ട, അവർക്ക് അവസരം നമ്മൾ കൊടുക്കുക. ആദ്യത്തെ ദിവസം പുള്ളിക്ക് കൊടുത്തു. ഏതാ ഇവിടെ? പിന്നെ എല്ലാവരും ഉപദേശം ഐക്യമുള്ളവരെ വിളിച്ചതിന് നന്ദി നന്ദി നന്ദി. ആദ്യത്തെ ദിവസം ആരായിരുന്നു? ഉപദേശം ഐക്യമുണ്ട്. 2-ാം ദിവസം ആരായിരുന്നു?
ഉപദേശിക്കൊണ്ട് 3 ആരാ? എല്ലാവരും ഉപദേശം. പിന്നെ ഞാനാന്നല്ലോ ഇന്നും ഉപദേശി ഐക്യമുണ്ടെന്നേ. എന്നാൽ മിക്ക വേറെ കൺവെൻഷന് നിങ്ങൾ ചെന്നേ, എല്ലാം പല ഉപദേശക്കാർ ആള് കൂടിയാ മതി. 1-ാം ദിവസം വന്ന പുള്ളി തള്ളി താഴെ ഇട്ടു. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു താഴെ വീടരുതെന്ന്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ആടി നിന്നു. വീഴണോ? ഇതല്ലേ ഇപ്പം ഉപദേശ ഐക്യം വല്ലതും ഉണ്ടോ? 1-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു കമ്മലും മാല ഇടുന്നോണ്ട് കുഴപ്പമില്ല. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും ഇടരുത്. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു അത്ര മുട്ടി നിൽക്കാൻ ഇച്ചിരി ഇട്ടോളാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എടാ, പെന്തിക്കോസിന് ഒരു ഉപദേശമുണ്ട്. ഉണ്ട്. അല്ല, ഇത് കണ്ടറകാള കളിച്ച് നടക്കുന്നതല്ല. അങ്ങനെ ചിലർക്കൊരു ധാരണയുണ്ട്. ഇത് കണ്ടറകാള കളിക്കുന്നതല്ല, ഇതിന് ഉപദേശമുണ്ട്. എന്തോ ഇതിന്റെ ഉപദേശം? 1, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇതാ ഇതിന്റെ ഉപദേശം. 3, അഭിഷേകം പ്രാപിക്കണം. ആ വാക്കെടുത്ത് ചിലപ്പം ഉടക്കുണ്ടാക്കാൻ ആൾക്കാർ പരിശ്രമിക്കും, ഞാനില്ല എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ സ്നാനം പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ പറയുന്ന മനുഷ്യനോടൊന്നുമല്ല, ദൈവത്തോടാ. പണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു തള്ള ചോദിച്ചു, സ്വോത്രം അന്യഭാഷ മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ തള്ള നിങ്ങളോടല്ല പറഞ്ഞത്, അന്യഭാഷകൾ സംസാരിക്കണമെന്ന് തള്ളയോടത്രേ. അങ്ങനെയാണോ? ദൈവത്തോടത്രേ. പിന്നെ തള്ളക്ക് എന്നാ ഇത്ര വിചാരം? ഇത് ദൈവത്തോട് പറയുക. അവള് പറയാ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടല്ലേ ഇതിന് അന്യഭാഷ എന്ന് പേര്. തർക്കിക്കാനും വാദിക്കാനും ഞാനില്ല. അങ്ങനൊക്കെ നിന്ന് പോയെന്നൊക്കെ പറയുന്നവരുണ്ട്. തർക്കിക്കാനൊന്നും ഞാനില്ല. എന്നെ തർക്കിക്കാൻ വിളിക്കുകയരുത്. പക്ഷെ എന്റെ വേവിച്ച ഇത് നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആത്മനിറവിൽ ആരാധിക്കുന്നതിന്റെ വിടുതലും അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ സ്തോത്രം, അതെ, നീക്കുപോക്കും വിടുതലുമൊക്കെ ഇന്ന് രാത്രി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുക. ഞാൻ മിക്കപ്പോഴും പറയടാ, കൂടോത്രവും പോരാട്ടോ ബന്ധനോ ആഭിചാരമുള്ള വീടുകളിലെ ഞങ്ങളെ ഒന്ന് കയറ്റി വിട്ടെ. ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവന്റെ കാര്യമാണ്. വേർപാട് ഉപദേശമുണ്ട്, വേർപാടുണ്ട്. തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം. പോരാ, ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരുവനായി നോക്കി പാർക്കണം. ഇതാ ഇതിന്റെ ഉപദേശം. ഇതിനപ്പുറം വേറെ ഉപദേശമൊന്നുമില്ല. അല്ലാതെ പെന്തക്കോസ്തുകാർക്ക് ഉപദേശമില്ലെന്നൊന്നുമല്ല. ഇപ്പൊ കുറെ വട്ടുപിടിച്ചവന്മാർ ഇറങ്ങിയത് കൊണ്ടാണ് പറയുന്നത് ഇതിന് ഉപദേശമൊന്നുമില്ല, ഇതിന് കാലും തൂണുമൊന്നുമില്ലെന്ന്. കുറെ ഭ്രാന്തന്മാരെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. വിടുതലാന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലേ? ഇപ്പൊ വലിയ പ്രവചനമല്ലയോ? ചില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവൻ പടല് വെട്ടിക്കുമ്പോ പെണ്ണുങ്ങൾ അങ്ങ് ഇളകി. ഇതുങ്ങൾ പാവത്തുങ്ങളാ. ആര് പടല് വെട്ടിച്ചാലും ഇതുങ്ങൾ ഇളകുകയും ചെയ്യും. ഇതുപോലെ പാവം പിടിച്ചതൊക്കെ. ഇപ്പോഴത്തെ പ്രവചനം കണ്ടില്ലേ? നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് വാഴയുണ്ടോ? വാഴ ഉണ്ടോന്ന്. എടാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാന്നേ വാഴ ഉണ്ടോന്നല്ല, വാഴ ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഓർത്തോണം ഇവൻ കയ്യിൽ നിട്ടവനാ. എന്നാ നിങ്ങളുടെ തെക്ക് വശത്ത് ആരേലും ഉണ്ടോ? ഉണ്ടടാ, ആനമറതാ. തെക്കോട്ടങ്ങനല്ലേ എടുക്കുന്നേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തെറ്റൊന്നും വരികയല്ല. സൂക്ഷ്മം പറഞ്ഞിരിക്കും. വാഴ ഉണ്ടോ, പുളിയുണ്ടോ, പ്ലാവുണ്ടോ, ചാമ്പയുണ്ടോ? ഇതൊന്നും അങ്ങനൊന്നും അല്ല ചോദിക്കുന്നത്. ചാമ്പയുണ്ട് പറയാൻ തെക്ക് വശത്തിന് ചാമ്പയുണ്ട്. ഉണ്ട്. അങ്ങനെ ഇടയ്ക്ക് കയറി പറയാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വചനം പറഞ്ഞു ഈ യോവാശിന്റെ മകൻ ഗിദെയോനോട് രാത്രി ദൈവം പ്രത്യക്ഷപ്പെട്ട് എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. എടാ, നിന്റെ അപ്പൻ യോവാശിന്റെ കാളയുടെ കണക്ക് പറഞ്ഞു. അത് രണ്ടാമത്തെ ഇളയ കാള 7 വയസ്സുള്ള, അങ്ങനല്ലേ പറഞ്ഞേ? വായിച്ചാമേ, വായിക്കാൻ
എവിടാന്നായിരിക്കും? 6:25 ന്യായാധിപന്മാർ 6:25. പെട്ടെന്ന് ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ഇടത്ത് വശത്ത് മേളില് വായിര്. ആ മോളെ മൈക്ക് കൂടെ ഒന്ന് വായിച്ച എല്ലാരും കേക്കട്ടെ, ഇത് പുസ്തകത്തിലുള്ളതാണ്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ ആ 7 വയസ്സ്. ദൈവം അങ്ങനെ പറയുന്നത്, ഇളയ കാള. അല്ല, നിന്റെ അപ്പന്റെ കാള എന്ന് തന്നെയല്ല പറഞ്ഞേ, ഇളയ കാള. മൂത്തതേതാ ഇളയതേതാന്നൊക്കെ ദൈവത്തിന് അറിയാമെന്ന്. മൂത്ത കാളയേതാ ഇളയതേതാ നടുക്കത്തേതാ ഇതൊക്കെ ദൈവത്തിന് കൃത്യം അറിയാം. ഇളയ കാളയാകുന്ന 7 വയസ്സുള്ള കാളയുടെ പ്രായം 7 കാളയുടെ പ്രായം അറിയുന്നവനാ ദൈവം. നമ്മളെന്ത് ചെയ്താ കൃത്യം പ്രായം പലരും പറയത്തില്ല. നമ്മൾ ഒരിക്കലും എന്തുകൊണ്ട് പ്രായം കണ്ടിട്ടെന്നാ തോന്നുന്നു, കണ്ടിട്ടൊന്നും തോന്നുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നോണ്ട് ഒന്നും. പിന്നെ കൊച്ചുമക്കൾ വന്ന് അപ്പച്ച പൊതുജനത്തിന്റെ നടുവിൽ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുപ്പച്ചാന്ന് വീട്ടിൽ വരുമ്പോൾ അപ്പച്ച, അപ്പച്ചാന്ന് വിളിച്ചപ്പോൾ എല്ലാവർക്കും പിടികിട്ടി ഇയാൾ വല്യപ്പനാണ്. പക്ഷെ ഇരിപ്പ് കണ്ട ഓർക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കാളയുടെ പ്രായം വരെ ദൈവത്തിന് അറിയാം. ഗിദെയോനോട് പറയാ, ഗിദെയോനെ നിന്റെ അപ്പൻ യോവാശിന്റെ വായിക്കേ അപ്പന്റെ ഇളയ കാളയായ ഇളയ കാള മൂത്തതല്ല, ഇളയ കാള. വായിക്കോച്ചേ. 7 വയസ്സുള്ള 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ പിടിച്ച് നിന്റെ അപ്പനുള്ള ബാലൻ. ഇങ്ങനെ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നേ. അല്ലാതെ ഒരു കാളയെ കാണും, എവിടാ കാള? മട്ടനെയൊക്കെ എന്നാ ചെയ്യണം? ഉണ്ട്, ഈ ശിങ്കിടികളുണ്ട്. ഉണ്ട് മാസ്റ്റർ, കാളയുണ്ട്. കാളയുണ്ടെന്ന്. കാള ഇളകി നിന്നെ കൊമ്പിന് കുത്തി. ദൈവാത്മാവ് ഊഹാഭോഗം വെച്ചൊന്നും പറയത്തില്ല. പൊട്ടക്കണ്ണന്റെ മാവേലാർ അന്യത ദൈവം പറഞ്ഞ കൃത്യം പറയും. ഉണ്ടെങ്കിൽ ഉവന്നും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്നാ. ദൈവത്തിന് മകനെ വിട്ടുകളഞ്ഞേക്കാം. ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. അങ്ങനെയുള്ളവർക്ക് അവസരം കൊടുക്കരുതെന്ന്. ദുരുപദേശക്കാർക്ക് നുഴഞ്ഞു വന്ന പൗലോസ് അവിടെ ഒരു പദം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നപ്പോ കണ്ണും അടച്ച് കയ്യും കെട്ടി ഒന്നും ഇരിക്കുകയല്ല. അങ്ങനെ ഇരിക്കരുത്. നമ്മൾ പറയുന്നതിനാ അറിയോ, അത് നമ്മുടെ ചാണ്ടിച്ചായൻ്റെ മോനാ, അത് ബാംഗ്ലൂരു അവനെ പോയപ്പോൾ ചില വിഷയങ്ങളുണ്ട്, എന്നാലും അവൻ ഇച്ചിരി നേരം പിന്നെ അവൻ വിഷം വിതച്ചാ പോകുന്നത് ചാണ്ടിയുടെ. ഇത് ചാണ്ടിയുടെ മോനും തങ്കച്ചൻ്റെ മോനും ബേവിച്ചൻ്റെ മോനും കറിയാച്ചൻ്റെ മോനും കയ്യാങ്കളി നടത്താനുള്ള സ്ഥലമല്ല ദൈവസഭ. ഇതിൻ്റെ ഉപദേശം ശരിക്ക് പറയണം. ഇതിൻ്റെ ഉപദേശം ശരിക്ക് പറയണം. ഇത് കുടുംബ ചർച്ച അല്ല. എല്ലാ സഭയും കൂടെ ചേർത്തായി പറഞ്ഞേ. ഇത് ആരുടെ കുടുംബമൊന്നുമല്ല. ഇത് ആമേൻ പറയേണ്ടത് ഈ ദൈവത്തിന്റെ വചനം ഇത് ഉള്ളതുപോലെ പറയണം. ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയപ്പോ കണ്ണു അടച്ചിരിക്കുകയല്ല. പണ്ടൊരാൾ കണ്ണടച്ചിരുന്നു. ദുരുപദേശം അല്ലെങ്കിൽ പരുവക്കാട് വന്നപ്പോ കണ്ണടച്ചു. ജനമെല്ലാം കൂടെ ശിത്തീമിൽ വന്ന് വാളയം അടിച്ചപ്പോ ജനം മോവാബ്യ സ്ത്രീകളുമായിട്ട് ഇടപെട്ടപ്പോൾ മോശയും അഹരോനും എല്ലാം സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുമടച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുക. കണ്ണും തുറക്കുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞു കണ്ണും തുറക്കുകയല്ല പാലും കുടിക്കുകയല്ലെന്ന്. മോശയും അഹരോനും എല്ലാം, അഹരോൻ മഹാപുരോഹിതനാ, മോശ മധ്യസ്ഥനാ, നടത്തിപ്പുകാർ, ലീഡറും മഹാപുരോഹിതനും കണ്ണടച്ചിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ താണ്ടാ ഒരുത്തൻ ഒരു മിദ്യാനി സ്ത്രീയുമായിട്ട് നേരെ അരമനയ്ക്ക് അന്തപുരത്തിൽ. അവന്റെ പേര് പറ. അവനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവന്റെ പേര് സിമ്രി. അവനൊരു ശിമയോൻ ഗോത്രത്തിലൊരു പ്രഭു സാലുവിന്റെ മോനാ സിമ്രി. ആ കൂടെ വന്ന പെങ്കൊച്ചിന്റെ പേര് പറ.
ഓ, ഹോസ്ബി. ഹോസ്ബിയാ. അവന്റെ പേര് സിമ്രി, അവിടെ പേര്. അവളാണെങ്കിൽ ഒരു മിദ്യാന്റെ പ്രഭുവിന്റെ മകളാ. രണ്ടും ഇച്ചിരി മെച്ചപ്പെട്ട വീട്ടിലെയാ. ഏതാ? അവൻ ശിമിയോൻ ഗോത്രത്തിൽ പ്രഭു, സാലൂന്റെ മോൻ. ഇവളാണെങ്കിൽ മിദ്യാന്യ പ്രഭു. ആ പ്രഭുവിന്റെ പേരെന്നാ? ഓ, നിങ്ങളൊന്ന് വായിച്ചതാ. അവിടെ അപ്പനോ? ഉറക്കെ പറ. ആ പെങ്കൊച്ചിന്റെ അപ്പന്റെ പേര് പറയാൻ. സൂര്യ. സൂര്യ. അല്ല, അമ്മാമ വന്നത് ഗുണമായി. ദൈവത്തിന് മഹത്വം. അവിടെ അപ്പന്റെ പേര് സൂര്യ, യവന്റെ അപ്പന്റെ പേര് സാലു. ഇവൻ ശിമിയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവിന്റെ മകൻ. അവള് മിദ്യാന്യ കുടുംബത്തിലെ ഒരു പ്രഭുവിന്റെ മകള്. അങ്ങനാന്നല്ലോ സഭയിലും. പ്രഭുവിന്റെയും പ്രഭുക്കന്മാരുടെയും പിള്ളേര് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് വലിയ വിഷയം അല്ല. അതേസമയം സാധുവായ ഒരു സഹോദരന്റെയോ സഹോദരിയുടെയോ വീട്ടിലാണെങ്കിൽ അതുടനെ അടിയന്തര കമ്മിറ്റി കൂടി പ്രശ്നമുണ്ടാക്കും. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാ, ആമൻ, ഇത് കണ്ട് കണ്ണടച്ചിരിക്കുക. മോശയും അഹറോനും മിണ്ടിയില്ല. രണ്ടുപേരും കണ്ണടച്ചിരിക്കുക. അതെന്തിനാ കണ്ണടച്ചിരിക്കുന്നത്? അക്ഷരം മിണ്ടില്ല. പക്ഷെ അവിടെ വേറൊരുത്തനുണ്ട്. അവന്റെ പേര് ഫിനേഗാസ് എന്നാ. അഹരോൻ പുരോഹിതന്റെ മകനാകുന്ന എലയാസിന്റെ മകനാകുന്ന ഫിനേഗാസ് ഇത് കണ്ട് അവൻ ഒരു കുന്തമെടുത്ത് പെട്ടെന്ന് അന്തപുരത്തിനകത്ത് കയറി അവൻ രണ്ടുപേരുടെ ഉദരം തുളയുമെണ്ണം കുത്തിക്കിടത്തി. അടുത്ത വാക്യം, ബാധ മാറി. ദുരുപദേശക്കാരും പാഷന്റെ ഉപദേശക്കാരും വിരുദ്ധോപദേശ ഉപദേശക്കാർ സഭയ്ക്കകത്ത് വരുമ്പോൾ അവർക്ക് ചാലൊരുക്കി കൊടുക്കുകയല്ല വേണ്ടത്. പിന്നെ എന്തോ ചെയ്യണം? അതിനെതിരെ അവൻ കർക്കശമായി പറയണം. അവിടെ പൗലോസ് എന്തുവാ പറഞ്ഞേ? ആ വാക്യം വായിര്. 2:4 മുതൽ വായിച്ച പൗലോസ് എന്നാ പറഞ്ഞു? വായിച്ചേ, വായിര്. അതോ നുടഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു അവർ നമ്മളെ അടിമപ്പെടുത്താതിരിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ വന്നിരുന്നു. അടുത്ത വാക്യം, സുവിശേഷത്തിന്റെ സത്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. എന്റെ പ്രിയരെ, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളും പാചകോപദേശങ്ങളും വിരുദ്ധോപദേശങ്ങളും വിപരീതോപദേശങ്ങളും വരുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കരുത്. നീ ഒറ്റയ്ക്ക് നിൽക്കുന്നോളെങ്കിലും കാര്യം തീർത്ത് പറയണം. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല, എല്ലാവർക്കും താല്പര്യവും വരികയല്ല, സ്തോത്രം ഇഷ്ടപ്പെടുകയല്ല. അത് നമ്മുടെ വിഷയമല്ല. സ്വർഗം എന്തോ അംഗീകരിക്കുന്നു, ദൈവം എന്തോ പറയുന്നു. കാരണം ഒരു ദിവസം ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്ന് കണക്ക് പറയേണ്ടവരാ. ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ, ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ ബിഷപ്പന്മാരും മെത്രാന്മാരച്ഛന്മാരും ആസ്തികരും എല്ലാ നാസ്തികരും ന്യായം വിധിച്ചു തള്ളും മകാദൈവം. ഇതിന്റെ ഓളിയമല്ല ഇച്ചിരി കുറച്ച് കൊടുക്കണം. അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല. എനിക്ക് പാടാൻ വലിയ ട്യൂണും സ്വരവും ഒന്നുമില്ലെങ്കിലും പാടുന്നെന്ന് പറയുന്നില്ല, പറയുക. ആ പറയുന്നത് എന്നാന്ന് എല്ലാവർക്കും ക്ലിയർ ആകണം. അല്ല ഇതിൻ്റെ മേളത്തിൽ അടങ്ങ് പോകും. പിന്നെ ഞാൻ ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കും, അന്നേരം അത് കൂട്ടിക്കോ. ഞാൻ പാടുമ്പോൾ ഇത് താഴുകയും ഇത് ഇച്ചിരി മേളിൽ നിൽക്കണം. മോനെ ശ്രദ്ധിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, ദുരുപദേശക്കാർക്ക് ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. ഗലാത്യ ലേഖനം ദുരുപദേശത്തിനെതിരെയാ. ഞാൻ അധികം വിവരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ പറയുക, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഇനി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനായിട്ട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. അങ്ങനെ പറയുന്നവനും കൂടുന്നവർ ശപിക്കപ്പെട്ടവരാ. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊക്കെ ഓടി നിങ്ങളെ അഭിനന്ദിക്കുന്നവർ സൂക്ഷിച്ചോണം, ബിരുദൊന്നും ആരും തെറ്റിക്കരുത്. 3-ാം അധ്യായത്തിൽ പറയുക, ഇത്ര വ്യക്തമായിട്ട് ക്രിസ്തുവേശുവിനെ വരച്ചു കിട്ടിയെങ്കിൽ നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ വന്ന് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുന്നെന്ന്. അതിന്റെ കാരണം എന്നാ? ആ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചേ. ഗലാത്യർ 4:11. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുന്നു. ഇപ്പൊ ഭയമാ. പൗലോസ് വളരെ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ വേല ചെയ്തവരെ കൃപയിൽ കൊണ്ടുവന്നു. പക്ഷെ ആ പൗലോസ് പറയാ, ഞാൻ ഈ കഷ്ടപ്പെട്ടതല്ല ഇപ്പോൾ വൃഥാവായോ എന്ന് എനിക്ക് ഭയം. അതെന്നാ ഭയം? ഭയപ്പെടാൻ കാര്യം 10-ാം വാക്യം ആയിര്.
നിങ്ങൾ ദിവസങ്ങളും നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും അത് പ്രമാണിക്കുന്നു. തെറ്റാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പഴയ ഉത്സവങ്ങള്, പെരുന്നാളുകള്, ആമേ പൂരീമേ ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ ഇനി ആചരിക്കരുത്. നിങ്ങൾ വേർപെട്ട ദൈവമക്കളാ. പഴയ പെരുന്നാള്, പഴയ ഉത്സവം, പഴയ ആചാര അനുഷ്ഠാനങ്ങൾ ഇത് പാടില്ല. യേശുക്രിസ്തു കാൽവരിയിൽ ജീവനെ തന്നപ്പോൾ ആ തിരശീല മുകളിൽ നിന്ന് ചീന്തിയപ്പോൾ അവൻ സകല പാരമ്പര്യത്തിന്റെ കെട്ടുകളെ അടിച്ചു മാറ്റി ഒരു പുത്തൻ വഴി നമുക്ക് തുറന്നിരിക്കുക. അതുകൊണ്ട് പഴയ ആചാരങ്ങളും മാമൂലും ഒന്നും ഇനി പെന്തിക്കോസുകാരോടാ പറഞ്ഞത്. പഴയ മാമൂലൊന്നും ഇപ്പോഴും ഉണ്ട് ചിലതൊക്കെ. ഉണ്ട് ചില കേട്ടിട്ടില്ലേ, എന്നാന്നറിയാമല്ല അമ്മാമ ഇന്നലെ മുതൽ കൈയുടെ വെള്ളം എന്ന് പറഞ്ഞ ഇപ്പോഴും ഉണ്ട്. എന്നാന്നറിയാമല്ല കണ്ണ് കടിക്കുന്നു. നിനക്ക് പണ്ടേ കണ്ണ് കടി ഉള്ളതാ. മാമൂല്, പഴയ മാമൂല്. രാവിലെ ഇറങ്ങി വെച്ച് വന്ന്, അച്ഛാ ഇന്ന് വിരുന്നുകാർ വരും. ഏതാ? ഒന്നും അറിയാൻ മേല. എന്തുവാ? വാഴ കയ്യിലിരുന്ന്, പണ്ടൊരു സിനിമാ പാട്ടാന്ന് വന്നു, കദളി വാഴ കയ്യിലിരുന്ന്, അങ്ങനെ പാട്ടില്ലേ? എങ്ങനെയാ അത്? എന്നിട്ട് പുള്ളി നോക്കുന്ന അതാണോ ഇപ്പൊ പാടുന്നെന്ന്? അതും പാടുക. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയൊന്ന്, വിരുന്നുകാര വയസ്സനാ വരുന്നതെങ്കിൽ അതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും ചില മാമൂല് അനുഷ്ഠിക്കുന്നവരുണ്ട്. കല്യാണം കഴിയുമ്പോൾ മോളെ വലത്തുകാല് വെച്ച്, 2 കാലും ദൈവം തന്നതാ. ചിലക്ക് പിന്നെ പറയണ്ട, വലത്തുകാലാ വെക്കുന്നത്, 2 കാലും ദൈവം തന്നതാ. ഈ പഴയ മാമൂല് നിർത്തണം. ഒരു സഭയിലാണ് കൂടുന്നത്. ചില പറഞ്ഞ് കേട്ടില്ലേ, കുഞ്ഞമ്മേ നമ്മളൊരു സഭയിലേക്കാണ്, പക്ഷേ സന്ധ്യ കഴിഞ്ഞ് വെള്ളം കോരിക്കൊണ്ട് ഞങ്ങളുടെ മുറ്റത്തൂടെ പെന്തിക്കോസ അമ്മായിയമ്മ മരുമകളോട് അടുക്കളയിൽ പെരുമാറിയപ്പോൾ അമ്മായിയമ്മ മരുമകളോട് നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് താഴെ വീഴിക്കരുതെന്ന്. എന്ന് പറഞ്ഞ കടുക് താഴെ വീണ ഉറക്കെ പറ. വഴക്കം സഭയ്ക്കകത്തെല്ലാം കടുക് വീണ വടക്കുണ്ടാകുന്നേ. കസാര എടുത്തടിക്കുന്നു, ജനലിന്റെ പട്ട ഊരി കടുക് വീണ. യാക്കോബായി ഓർത്തഡോക്സ് തമ്മിൽ എന്ത് ബഹളമാ? കടുക് വീണതാ? അല്ല, പഴയ പാരമ്പര്യ മാമൂല്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇത് പ്രമാണിക്കുന്നു. തെറ്റാന്നാ ഞാൻ പെന്തിക്കോസുകാരോട് പറയാ. നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത്. വേണേ അന്നേ ദിവസം കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. ദൈവമക്കൾ വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. അനേകര് തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ, അനേക തലമുറ വഴിപിടിച്ചു പോയപ്പോൾ ദൈവം നമുക്ക് അവകാശമായി തന്ന കുഞ്ഞിന് 1 വയസ്സും കൂടെ ദൈവം കൊടുത്തു. നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. എൻ്റെ ദൈവമേ, തലമുറയില്ലാത്തവർക്ക് തലമുറയെ കൊടുക്കണം. ഞങ്ങൾക്ക് തന്ന തലമുറയെ ദോഷമേശാതെ ദൈവം കാക്കണം. ആയുസ് കൊടുക്കണം. തന്നതിന് നന്ദി, സൂക്ഷിച്ചതിന് നന്ദി. വേണമെങ്കിൽ ദൈവമക്കളും അഭിഷിക്തന്മാരും എല്ലാം കൂടെ ഒന്നിച്ചൊന്നൊന്ന് പ്രാർത്ഥിച്ച് ഒക്കുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ശിരസ് കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്ക്. നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. അല്ലാതെ കൊച്ചിനെ എഴുന്നള്ളിച്ചോണ്ട് പുതിയ ഉടുപ്പുമെല്ലാം ഇടിപ്പിക്കരുതെന്നല്ല. കേക്ക് ഏതാടാ നിനക്കെല്ലാം ഭ്രാന്താ. എന്നെ തുറച്ചു നോക്കുന്നേ. ഞാൻ പരമാർത്ഥമായി എന്തോ പറ്റി? ഇതെല്ലാം ഇതിന്റെ പരമാർത്ഥമായ കാര്യമാണ്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കരുതെന്നാ. ഇതിന്റെ ഉപദേശ വിഷയമാണ്. ഇപ്പൊ ഉണ്ട് വെഡിങ് ആനിവേഴ്സറി. പുതിയ ചുരിദാർ വിട്ട് ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്ന് എവിടെ പോവാ? വീഗാലാൻഡിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോകും. വീഗാലാൻഡ് കഴിഞ്ഞ് ബീച്ചിൽ അതിലൂടെ ഐസ്ക്രീം ഒക്കെ ഞുണഞ്ഞ്. ഞാൻ പെന്തിക്കോസുകാരിയോട് പറയാം, അന്നേ ദിവസം എൻ്റെ അഭിപ്രായമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലേ വേണ്ട, ഉപവസിക്കണ്ട. മാപ്പിളയും പെമ്പിളും കൂടെ മുഴങ്കാലിൽ ഇരിക്കണം. എന്റെ ദൈവമേ, അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ, അനേകർ വിധവകളായപ്പോൾ, അനേകർ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഈ ഭൂമിയിൽ ഇതുവരെ ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി 2 പേരും ദൈവത്തിന് മഹത്വം കൊടുക്ക്. അല്ലാതെ ഐസ്ക്രീമും ഞുണഞ്ഞ്
ദൈവത്തിന് മഹത്വം കൊടുക്ക. ഒക്കുന്നെങ്കിൽ സഭയായിട്ടൊരു യോഗം വെക്ക്. ദൈവദാസന്മാരും ദൈവമക്കളും വന്ന് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാ. എന്തെങ്കിലും കെടുതികൾ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയോടെ അതും മാറട്ടെ. ആവശ്യമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവമക്കൾക്ക് പാടില്ല. ഉപദേശമായതൊക്കെ ഇതൊന്നും ആർക്കാർക്ക് ഇഷ്ടമല്ല. ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ചിലരുടെ മുഖമൊക്കെ വല്ലാതാകുന്നു. ചിലർ എഴുന്നേറ്റ് പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പൊ എഴുന്നേക്കാത്തത് അവർ പറയും അയാൾക്ക് വിവരമുള്ളവനല്ല. എഴുന്നേറ്റ് അയാൾ വല്ലതും വിളിച്ച് പറയും. പിന്നെ ഉള്ളതിൽ നാണക്കേടാ. കാക്കാശിന് ബോധമുള്ളവനല്ല. ഇപ്പൊ ചെല്ലു വെക്കി ഈ ബോധമില്ലാത്തവൻ എന്തിനാ ഇവർ ഒടുവിലത്തെ ദിവസം അങ്ങനെയും ചോദിക്കും. ഈ ബോധമില്ലാത്തവനെ ദൈവം ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കുക. ബോധമുള്ളവരെല്ലാം കൂടി ഇരിക്കുന്നത് കൊണ്ടൊന്നും തീർത്ത് പറയുന്നില്ല. ബോധമില്ലാത്ത എന്നെ ഇങ്ങനെ വിടുന്നതുകൊണ്ട് ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാ. പെന്തിക്കോസുകാരോടാ പറയുന്നത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകള് സപ്തതി ഷഷ്ടി, അപ്പച്ചൻ്റെ 70, അമ്മച്ചിയുടെ 60 തികഞ്ഞെന്ന്. പണ്ട് കാലത്ത് വല്ലതും ഷഷ്ടിയോ സപ്തതിയോ വല്ലതും ആഘോഷിക്കാൻ നേരം ഉണ്ടായിരുന്നോ? 8ഉം 10ഉം പിള്ളേരും അഷ്ടിക്ക് പോലും ആകെയില്ല. അതിനിടെ ആ സപ്തതി. ഇപ്പൊ പിന്നെ പിള്ളേർ അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ പോയി ആ പഴയ പരുവക്കേട് കാക്കക്കേടെല്ലാം മാറി ഇച്ചിരി കാശ് കൈ വന്നപ്പം ഇപ്പൊ അങ്ങനെ സഭയിലും വലിയ യോഗം ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു പ്രോഗ്രാം വേണ്ടായോ? പണ്ടൊക്കെ എന്നും യോഗമാണ്. ഇപ്പൊ അങ്ങനെ ആഴ്ച 3 യോഗമുള്ളൂ. 1 ഒരു സഭായോഗം, 2 വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന. യാസം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരപ്പനും ഒരു വശം പൊട്ടിയ തമ്പേറിട്ട് തല്ലുക, ഉപദേശി തീ കത്തിക്കുക. എന്നെ ഈ തള്ള കത്തുകയില്ല, ഇങ്ങോട്ട് ശരിയാകുകയില്ല. ഉപവാസ പ്രാർത്ഥന. പിന്നെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. അതിന് പിന്നെ എല്ലാവരും വരും. എന്നാന്ന് ദൈവദാസന് വീട് കിട്ടി കോട്ടേജ് മീറ്റിങ്ങിന്. എവിടാ കോട്ടേജ് മീറ്റിംഗ്? അത് മലയിലെ തമ്പിയുടെ വീട്ടില്ല. ബ്രദർ കാണുമോ? ഞങ്ങൾ എല്ലാവരും കാണും. മനസ്സിലായി കാണും. ആ യോഗം നിർത്തിയാലും പോകത്തില്ല. പിന്നെയും ചവിട്ടി നിൽക്കുന്ന കാണാം. പോട്ടെ. ഈ 3 യോഗമല്ലേ? പിന്നെ ഇഷ്ടം പോലെ സമയം കിടക്കുകയല്ലേ? ആണെന്ന് സമയം കിടക്കുക. പണ്ട് ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ജാവകരും ശൗലിന്റെ ജാവകരും വന്നു. ദാവീദിന്റെ ജാവകരുടെ പ്രധാനയാളാ യോവാബ്, ശൗലിന്റെ ജാവകരുടെ പ്രധാനയാളാ അബ്നേര്. 2 കൂട്ടരും കൊണ്ട് ഗിബെയോങ്കളത്ത് വന്നപ്പം അവർ ചോദിക്കുക, സ്തോത്രം, ഒരു കാര്യം ചെയ്യ്, ബാല്യക്കാർ നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെന്ന്. സമയമുണ്ടല്ലോ കളിക്കാൻ. ബാല്യക്കാർ നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ. കളി തുടങ്ങിയതാ, പക്ഷെ കാര്യമായി. വേറെ പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഞാൻ വിവരിക്കുന്നില്ല. ഇത് കളിക്കാനുള്ള സ്ഥലമല്ല. അങ്ങനെയുള്ള ആഘോഷങ്ങളും ചടങ്ങുകളെല്ലാം അങ്ങ് വിടണേ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ കർക്കശമായി പൗലോസ് ഉപദേശം സ്ഥാപിച്ചു, ദുരുപദേശത്തെ ഖണ്ഡിച്ചു. അതാ ഗലാത്യ ലേഖനം. കൊരിന്ത്യർ ലേഖനം ജീവിത പിശക് കണ്ടുകൊണ്ട് എഴുതിയ ലേഖനമാ. കൊരിന്ത്യര് ആ വചനത്തിലൊക്കെ നല്ല തിട്ടമാ, പക്ഷെ ജീവിതത്തിലൊക്കെ ഒത്തിരി പാളിച്ചകൾ വന്നു. കൊരിന്ത്യരെ പറ്റി എഴുതിയിരിക്കുന്നത് ഇതുപോലെ നമ്പർ 1 സഭ വേറെ ഇല്ലെന്നുള്ളതാ. അണ്ട 1:4 വായിച്ച് ഓടിച്ചു പോകാം. 1:4 പെട്ടെന്ന് വേഗത്തില്. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ നിങ്ങളിൽ അവനിൽ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. അങ്ങനെ നമ്പർ 1 സഭയാ കൊരിന്ത് സഭ. ക്രിസ്തുവേശുവിൽ നിങ്ങൾക്കുള്ള ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്നെന്ന് കൊരിന്ത്യരെ ഓർക്കുമ്പോൾ. കാരണം എന്നാ? ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ ഇവർക്ക് സാക്ഷ്യവുമുണ്ട്. സാക്ഷി പറയും. നന്നായിട്ട് ഇവർ സാക്ഷി പറയും. 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് എടുത്ത് പപ്പും തൂവലും പൊടിപ്പും തൊങ്ങലും വെച്ച് ചുട്ട കോഴിയെ പറപ്പിക്കാൻ. പിന്നെ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ചുട്ട കോഴിയെ ഇവർ പറപ്പിക്കും. അത്രയ്ക്ക് ഇവർ ഒപ്പിക്കുന്ന ആൾക്കാരാ. നന്നായിട്ട് പറയും. ശീലിച്ചേക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാക്ഷ്യമൊക്കെ ഉണ്ട്, നല്ല കാര്യം. മാത്രമാണോ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷാൽ, വായിച്ചേ, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും. അയ്യോ, വചനത്തിലൊക്കെ ഭയങ്കര തിട്ടമാണ് കൊരിന്ത്യർക്ക്. വേറെ പുസ്തകമൊക്കെ അരച്ച് കളിക്കുക. അതുകൊണ്ട് വേറെ പുസ്തകം പോലും കൊണ്ടുവരികയില്ല. കാരണം അതുപോലെ തിട്ടമാണ്. ഇനി കൊണ്ടുവന്നാലോട്ട് തുറക്കത്തുമില്ല. ഈ ദൈവദാസനൊക്കെ തുറക്കുന്നതിൽ അഭിനന്ദിക്കുന്നു. സ്തോത്രം. ചിലക്ക് തിട്ടമായതുകൊണ്ട് തുറക്കത്തേ ഇല്ല, മാറ്റി വെച്ചിരിക്കുക. അത് നല്ല കാര്യമാണ്. തിട്ടമുണ്ടല്ലോ, തന്നെയല്ലോ കൊണ്ടുവന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പൊ ഞങ്ങളുടെ ചില ഉപദേശിമാർ വേറെ പുസ്തകം ഔട്ട് ഓഫ് ഫാഷനാ, പിന്നെ കൊണ്ടുവരുന്നതല്ല. എസ്തേർ 4:3 വായിക്കാൻ പറഞ്ഞപ്പോൾ തോന്നപ്പോൾ എസ്തേറിനെ കാണുന്നില്ല, ലില്ലിക്കുട്ടി ഇറങ്ങി വരിക. ഇവളെന്നാ അവൾ വന്ന രീതി ഒന്നും ഞാൻ പറയുന്നില്ല. എസ്തേറിനെ തോണ്ടിയത്. എസ്തേർ എന്ത് ചെയ്തിട്ട് വരുന്നില്ല, വന്നതല്ല
മനസ്സിലായി കാണും. പിന്നെ അവന് ചെന്ന ലില്ലിക്കുട്ടിയെ കണ്ടേച്ചാ പിന്നെ ജോഡി ഒത്തിരി നാളായല്ലോ നിന്നെ കണ്ടിട്ട്. അത് പറയുന്നില്ലെങ്കിൽ ആശയൊക്കെ ഇതാ. പക്ഷെ ഇത് എസ്തേർ തോണ്ടിയാൽ എസ്തേർ തന്നെ വരുവുള്ളൂ. ലില്ലിക്കുട്ടി ഇതിനകത്ത് ഇല്ല കേട്ടോ. എസ്തേറും ഇയ്യോബും സങ്കീർത്തനവും സദൃശമാക്കോ. ഒരു കാര്യം, ഇണങ്ങിയാലും പിണങ്ങിയാലും കൊള്ളാം. നീ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പം വേദപുസ്തകമായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇതാണ് അതിൻ്റെ യോഗ്യത, ഇതാണ് അതിൻ്റെ മാന്യത, ഇതാണ് അതിൻ്റെ അന്തസ്സ്. ഇതാ ടാബ് വേണ്ടെന്നല്ല, മൊബൈൽ വേണ്ടെന്നല്ല, കമ്പ്യൂട്ടർ വേണ്ടെന്നല്ല, മോശമാണെന്നല്ല. പക്ഷേ ഒരാത്മിക ശുശ്രൂഷയ്ക്ക് നീ നിൽക്കുമ്പോൾ ഇതുമായിട്ട് നിൽക്കുന്നത് ആ യോഗ്യത. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. ഈ തിരുവെടുത്ത് കൈ ലഭിച്ചത് ആ ഭാഗ്യം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് വചനത്തിൽ തിട്ടമുള്ളവരാ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങളെ വിശേഷ സകല വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും നല്ല പരിജ്ഞാനമാണ്. അതുകൊണ്ട് കൈയടിക്കുവോ ഗ്ലോറി പറയുവോ ഒന്നും ചെയ്യല്ല. പരിജ്ഞാനത്തോടിരിക്കും. ഇങ്ങനെ യോഗം തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ നമ്മളവർക്ക് അനങ്ങുന്നില്ല. പരിജ്ഞാനമുള്ള ആളാ. പിന്നെ കടന്ന് ഗ്ലോറി വിക്ടറി എന്നൊക്കെ പറഞ്ഞ ബേബിക്ക് ഒരു പരിജ്ഞാനമില്ല. ബേബി ഇങ്ങനെ പോലും മറ്റേ എടാ പെന്തിക്കോസ് യോഗത്തിന് വന്ന് കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കുന്നത് നല്ല പരിജ്ഞാനം അല്ല. അത് നിന്റെ വിവരക്കേടാ. ഇത് പെന്തിക്കോസാണ്. ദൈവത്തിന് മകത്ത്. ഇത് ആത്മശക്തിയുടെ വ്യാപാര ശക്തിയുടെ ആമനയുടെ മാർഗമാ പെന്തിക്കോസ്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകൾ കിടിക്കുന്ന ദൈവശക്തിയാ. ഈ ദൈവദാസന്മാരൊക്കെ നിങ്ങളൊക്കെ സഹകരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ ചെന്നാൽ സ്റ്റേജായിരിക്കുന്ന ഒരെണ്ണം അനങ്ങത്ത് പോലുമില്ല. ഒരാളോട് പറയുന്ന ഞാൻ കേട്ടു, ഇന്ന് അയാളാ വരുന്ന, ഇടയ്ക്കൊക്കെ ഒന്ന് അല്ലൂരിയാ പറഞ്ഞല്ലേ അയാൾ വല്ലോ. അങ്ങനെ പറയുന്നവരും ഉണ്ട്. ചുമ്മാ ഇരിക്കരുത്. അയാൾക്ക് ബോധവും വിവരവും വെള്ളിയാഴ്ച ഉള്ളവനല്ല. അതുകൊണ്ട് അയാൾ തിരിയുമ്പം കൈ പൊക്കിയാക്കണം, തിരിയാതിരിക്കുമ്പോൾ അനങ്ങാതിരുന്നേക്കണം. അയാൾക്ക് യാതൊരു വിവരവും ഉള്ളവന്. അങ്ങനേലും ഒരു അല്ലൂരിയാ പറ. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം, ഞാനേ ഈ ആരാധനയുടെ വിടുതൽ അനുഭവിച്ച ആളാ. പരിശുദ്ധ മുഴങ്കാലും മേലങ്ങോട്ടിരുന്ന് ആത്മനിറവിൽ ആരാധിച്ചതിന്റെ വിടുതൽ അനുഭവിച്ച ആളാ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ശരണം വിളിച്ച് വൃശ്ചികവ്രത സമയമാണ്. നാമവും ജപിച്ച് ശരണം, ചിലർ കെട്ടി മലയ്ക്ക് പോകുന്ന ദിവസമാണ്. ശരണമൊക്കെ വിളിച്ച് നാമജപവും കഴിഞ്ഞ് ഞങ്ങൾ നാമം ജപിക്കാൻ കുറേ അമ്മമാരുണ്ട്. അമ്മമാരുടെ കൂടെ ഞാനും ഉണ്ട്. എല്ലാ ദിവസവും പോവും. ഒറ്റ ദിവസം പോലും അമ്പലത്തിൽ പോകാതിരിക്കുകയല്ല. വളരെ ഭക്തിയോടാണ് ജീവിച്ചത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകും. അപ്പം അവിടെ എല്ലാ ദിവസവും ഈ വൃശ്ചികവ്രതത്തിന് 41 ദിവസവും നാമം ജപിക്കും. 1-2 അമ്മമാരുണ്ട്. അമ്മമാരുടെ കൂടെ ഞാനും ഇരിക്കും. ഒന്ന് കുറുപ്പശ്ശേരിയിലെ അമ്മ വെണ്ണമ്മ എന്ന് പറയും, 2 16 ഗൗരിയമ്മ, 3 പനച്ചിക്കളത്തിലെ ഭവാനിയമ്മ, 4 പറവശ്ശേരിയിലെ ഭവാനിയമ്മ. ഇതെല്ലാം എൻ്റെ വല്യമ്മച്ചിയുടെ കൂട്ടുകാരികളുമാണ്. അപ്പോൾ എൻ്റെ വലിയ കാര്യമാണ്. ഈ അമ്മമാരുടെ കൂടെ ഞാനും ഇരിക്കും, നാമം ജപിക്കും. അപ്പം അവർ പുസ്തകമൊക്കെ നോക്കി ചൊല്ലുന്നത് ഞാൻ താല്പര്യമുള്ളത് കൊണ്ടും ഇഷ്ടമായതുകൊണ്ട് ഇതെല്ലാം കാണാതെ ഞാനങ്ങ് ചൊല്ലും. ഈയിടെ ഞങ്ങളുടെ ഒരു കൊച്ചമ്മ മരിച്ചപ്പോൾ ഞാൻ ചെന്നു ഹരിനാമകീർത്തനം അവർ ചൊല്ലിയപ്പോൾ തെറ്റി. ഞാൻ പിന്നെ പറഞ്ഞു അങ്ങനല്ല, ഇങ്ങനെ അന്ന് തിരുത്തി കൊടുത്തു. തിരുത്തി കൊടുത്തു. ആണെന്ന് ഒരു തള്ളയാ ചൊല്ലിയത്. അവർക്ക് കണ്ടുപിടിക്കാഴിയാന്നോ തെറ്റിയതാന്നോ ഞാൻ തിരുത്തി കൊടുത്തു. നത്താരിൽ മാനിമണ്ണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താദി ഹീനനദി ചിത്തത്തിൽ അച്യുത കളിപ്പന്ത. അത് അവിടെ തെറ്റിയത്. ഞാൻ തിരുത്തി കൊടുത്തു. അപ്പൊ അന്നൊക്കെ നാമം ജപിക്കുമായിരുന്നു. അപ്പൊ ചുരുക്കി രാമായണമൊക്കെ വായിക്കും. വലിയ രീതി അറിയത്തില്ലെങ്കിൽ അത്യാവശ്യം വായിക്കും. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞേച്ച് വീട്ടിലോട്ട് വരുന്ന വേളയിൽ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്, കളഭക്കുറി നെറ്റിയിലുമൊക്കെ ഉണ്ട്, ദേഹത്തുമൊക്കെ ഉണ്ട്, ഇതുപോലൊരു ഉത്തരീയമുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടാനൊക്കത്തില്ല. ഇപ്പൊ പിന്നെ നിയമമൊക്കെ വരുന്നെന്ന് പറയുന്നു. ഇല്ലയോ, വായിച്ചില്ലയോ ഒന്നും? ഒന്നും വായിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അതൊക്കെ അവർ പരിഹരിച്ചോളും. നമുക്ക് നമ്മുടെ കാര്യം പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു ബന്ധുക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം, സുഖമില്ലാത്ത സമയമാണ്, വിവരിക്കുന്നില്ല. മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അങ്ങനെയാ ഞാൻ ഈ മാർഗത്ത് വന്നത്. എല്ലാം വിവരിക്കുന്നില്ല. അല്പ പ്രതികൂലമൊക്കെ ആ സമയത്തുണ്ടായി. എൻ്റെ പിതാവിന് കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു, ഒരു ചെറിയ ജോലി കേട്ടോ. ചിലരൊക്കെ എന്നെപ്പറ്റി അങ്ങനെ ആക്ഷേപം പറയുന്നുണ്ട്. ഒത്തിരി ആക്ഷേപമുണ്ട്. അതിൽ ചിലത് ഇങ്ങനെ അയാൾക്ക് വിവരമില്ലെന്ന്. സത്യമായ കാര്യമാണ്, വിവരമില്ല. വിവരദോഷിയാകുന്ന എന്നെയും ദൈവം കണ്ടല്ലോ. അതെ, എനിക്ക് സന്തോഷം.
വേറൊരാൾ പറഞ്ഞ് അയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നുമില്ലെന്ന്. അതും സത്യമായ കാര്യമാണ്. യാതൊരു എൻ്റെ പാചകം കേൾക്കുമ്പോൾ അറിയാമല്ലോ, അതെ, സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എന്നെ ദൈവം കണ്ടല്ലോ, സ്തോത്രം. ഇന്നാളൊരാൾ പറഞ്ഞു അയാൾ കുടുംബത്തിൽ പിറന്നവനൊന്നും അല്ലെന്ന്. ഞാൻ പറഞ്ഞു അതും സത്യമാണ്. അമ്മ പറഞ്ഞേക്കുന്ന ആശുപത്രി വെച്ച് പ്രസവിച്ചെന്ന, കുടുംബത്തിലല്ല, അതും സത്യമാണ്. ഒരു അച്ചായൻ പറഞ്ഞു അവന് വിവരമൊന്നും ഉള്ളവനല്ല, പുള്ളി പറഞ്ഞ ഭാഷയാണ്, അവൻ്റെ തന്ത കള്ളുഷാപ്പിലെ ജോലിക്കാരനെ, അവന് കള്ളുഷാപ്പിൻ്റെ, ഞാനതും പറഞ്ഞു അതും സത്യമായി. എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലിക്കാരനായിരുന്നു, CITU തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാണ് എൻ്റെ അപ്പൻ. ഒരു ചെറിയ ജോലി കള്ളുഷാപ്പിൽ, ഞാനതിൽ അഭിമാനിക്കുന്നയാളാണ്. അതിൻ്റെ കാരണം പറയാം. എൻ്റെ അപ്പനും എൻ്റെ അമ്മ പാടത്ത് കൊയ്യാനും മെതിക്കാനും ഒക്കെ പോയി എന്ത് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയെന്നറിയാമോ? അതെ, എൻ്റെ അമ്മ, അതെ, ഞാനും അമ്മയുടെ കൂടെ കൊയ്യാൻ പോയിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ പോയിട്ടുണ്ട്, എനിക്കതൊക്കെ അറിയാം. കൊയ്യാനും അറിയാം, നിര അടിപ്പിക്കാനും അറിയാം, അരിനാരിട്ട് കെട്ടാനും അറിയാം, കറ്റ കെട്ടാനും അറിയാം, കുത്തിക്കൂട്ടാനും അറിയാം, ഇഴയെ പിടിച്ച് മെതിക്കാനും അറിയാം, അത് പിന്നെ കുറുമ്പ് പിടിക്കാനും അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ട് പെണ്ണുങ്ങളൊന്നും എന്നെ തോപ്പിക്കുകയല്ല. അടുക്കളപ്പണിയൊക്കെ ചെയ്യും, വീട്ടിലെ ജോലിയും ചെയ്യും, എല്ലാം ചെയ്യും. ചെയ്യുമെന്ന് ചിലക്ക് പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യല്ല, ഇഷ്ടിക കക്ഷത്തിരിക്കുന്നത് പോലെ. ചായ ഇവിടെ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതിന് എന്നെ ഇത്ര അറവല്? നമ്മുടെ വീടല്ലേ? എടാ, ഭാര്യ അടുക്കള ജോലി ചെയ്യുമ്പോൾ നീ ബാത്റൂമിലോട്ടൊന്ന് കയറി കഴിയേക്കണം, നീയും കൂടി ഇരിക്കുന്നതല്ലയോ? എന്നാ പ്രസംഗം മുന്നോട്ട് പോകണോ ഇപ്പം നിർത്തണോ? ഇങ്ങനെയാണെങ്കിൽ നിർത്തുന്നതായിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ വിവരമില്ലെന്ന്. അതാ പറഞ്ഞേ, നമ്മുടെ വീടല്ലേ. ഒരു വീട് നന്നായി പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും പ്രായമുള്ളവരെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് യോജിച്ചെങ്കിലേ ആ വീട് നന്നായി പോകും. ഭാര്യ തന്നെ കിടന്ന് കഷ്ടപ്പെടുക, അടുക്കളയിൽ കിടന്ന് പുള്ളി ഇങ്ങനെ കസാര രാവിലെ കാലും വെച്ച് തള്ളവരിൽ വിറപ്പിച്ചോണ്ടിരിക്കുക. മോളി ചായ്, ട്രെയിനിൽ പോകുമ്പോ ചായ്, ചുമ്മാ മെനക്കേട്. ജോലി ചെയ്യണമെന്ന് അവൻ്റെ വീട്ടിലെ കാര്യം കൂടെ ചെയ്തേ ഒക്കുള്ളൂ. ഞാൻ ചെയ്യും, എല്ലാ ജോലിയും ചെയ്യും. അത് പോട്ടെ, വേറൊരു വിഷയം, ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടത്. അല്പം പ്രതികൂലമൊക്കെ വീട്ടിലുണ്ടായി. അന്ന് ആ സമയത്ത് വീട്ടിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല. അമ്മയാ മിടുക്കി. അപ്പൊ എൻ്റെ അപ്പനെ കള്ളുഷാപ്പിലെ ചെറിയ ജോലിയാണ്. ഞാനതിൽ അഭിമാനിച്ച് അതിൻ്റെ കാരണം പറയാം. ഞങ്ങൾ 4 മക്കളാണ്. 7 പേരായിരുന്നു, 3 പേര് മരിച്ചു. എൻ്റെ കൂടെ 2 ആൺപിള്ളേരും എൻ്റെ ഇളയൊരു പെങ്ങളുണ്ടായിരുന്നു, അവളും മരിച്ചു. 3 കുഞ്ഞുങ്ങൾ മരിച്ചു. ഞങ്ങളിപ്പം നിലവിൽ 4, മൊത്തം 7 പേരായിരുന്നു. അപ്പം അത് 4 പേരെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അയ്യോ, എൻ്റെ അമ്മ പിന്നെ അടങ്ങിയിരിക്കുകയല്ലായിരുന്നു. കൊയ്യാൻ പോകും, പിന്നെ തൂത്തുവാരുന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്, തൂത്തുവാരും. അത് പഴയ ആൾക്കാർക്കറിയാം, അടിച്ചു വാരാൻ പോവെന്ന്. അത് കഴിഞ്ഞ് വെള്ളം പൊങ്ങുന്ന സമയം കണ്ടത്തി വെള്ളം കയറ്റുമ്പോൾ കൈത തഴയെത്തും. വലിയ വലിയ വീടുകളിലൊക്കെ തഴയുണ്ട്. അത് പോയി ഉടമ്പടിക്ക് പിടിച്ചേച്ച് തഴയെത്തിക്കൊണ്ട്, എനിക്കും അറിയാം തഴ ചെത്താൻ. അമ്മയുടെ കൂടെ ഞാനും പോവും. വലിയ തട അന്നേ അരുവ വെച്ച് കെട്ടിയേച്ച് ചെത്തി എടുക്കും, ചെറുതാന്നെ ഇങ്ങനെ എടുക്കും, അറുത്തെടുക്കും, തട ചെത്തിപ്പോന്തും മടക്കും. അതൊക്കെ അറിയാമെന്ന് യോടി പാന്നയ്യാൻ വരെ അറിയാം. അപ്പം അങ്ങനെ എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് ഒത്തിരി ഷാപ്പിലെ ജോലിയാ. അയ്യോ പാവം, എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങളെ 4 പേരെ വളർത്തിയത്. പക്ഷെ ഒരു അഭിമാനം എന്നറിയാം, ഒരു കുഞ്ഞുങ്ങളുടെ എടുക്കൽ ഒരു തൂക്കറവറിൻ്റെ പോലും ഞങ്ങളെ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അഭിമാനം. എന്നാൽ അവരോട് ചെന്ന് പറ, നിനക്ക് മേട് ഇല്ലില്ല. വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ പോയത് ചെയ്യുന്ന തെറ്റാന്നല്ല, എൻ്റെ അപ്പൻ അങ്ങനെ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് അഭിമാനമാണ്. 19 വർഷത്തോളം കള്ളുഷാപ്പിൽ ജോലി ചെയ്തു. കുടിക്കത്തില്ലായിരുന്നു, വലിക്കത്തില്ല എൻ്റെ അപ്പൻ. ഞാനൊരിക്കൽ ഇത് പ്രസംഗിച്ചപ്പോൾ, അമേരിക്ക ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇതൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, പോടാ, പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ? അവൻ പറയുമോ ഇതൊന്നും? പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ? നിന്റെ തന്ത പറയുമോ? എൻ്റെ അപ്പൻ്റെ കാര്യം ഞാനല്ലേ പറഞ്ഞേ.
എനിക്കതിൽ അഭിമാനമാണ്. അല്ല, ഞാൻ പ്ലെയിനെ കയറി അമേരിക്ക ചെന്നപ്പോൾ ഞാൻ പാറായി തരകൻ്റെ മോനാന്നൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെ. അവനവൻ്റെ മാതാപിതാക്കൾ നിങ്ങളെ കഷ്ടപ്പെട്ടാ വളർത്തിയത്. നീ കാശ് കൂടിയാ മറക്കരുത് കേട്ടോ, മൂടും ചുവടുമൊന്നും മറക്കരുത്. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, കാശങ്ങോട്ട് കൂടി തെള്ളു കയറി കഴിഞ്ഞാൽ അവരങ്ങ് അപ്പനെ മറക്കുന്നു, അമ്മയെ മറക്കുന്നു, സഹോദരങ്ങളെ മറച്ചില്ലേ, ഈ കട്ടപ്പുറത്ത് മുണ്ടിയിരിക്കും പോലെ പോവുക. മറക്കരുത്, ചുവടും മൂടുമൊന്നും മറക്കരുത്. ദൈവം നിന്നെ ഉയർത്തിയതാ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരംഭ സമയത്ത് ഈ മാർഗത്തിൽ വന്നപ്പം അല്പം പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും വീട്ടിൽ പ്രാർത്ഥിക്കാനൊന്നും അനുവദിക്കത്തില്ലായിരുന്നു. അന്ന് ഒരിക്കൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക, കഥക് കുറ്റിയിട്ടേച്ചാ ഞാനിന്ന്. അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നറിയാം. അതിന് അവിടെ വീട് പണിക്ക് ഒരു ചെറിയ കമ്പി ഇട്ട അമ്മ ജനലിനിടയിൽ കൂടെ കമ്പിക്ക് കുത്തി. ഈ ജനലിനിടയിൽ കൂടെ ആയതുകൊണ്ട് അങ്ങോട്ട് ഏക്കുന്നില്ല. ബാക്കി കാര്യമൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അത് ആരാധനയുടെ വിടുതൽ ഞാൻ അനുഭവിച്ച ആളാണ്. പെന്തിക്കോസ് ആരാധനയുടെ മഹത്വവും അന്യഭാഷ പറഞ്ഞ് മുഴങ്കാലിന്മേലിരുന്ന് ആത്മനിറവിൽ ആരാധിക്കുന്നതിന്റെ വിടുതലും മഹത്വവും അനുഭവിച്ചവനാണ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയുക, അതാ പെന്തിക്കോസ്. ഓടിച്ചങ്ങ് നിർത്താം. അവൻ കൊരിന്ത്യൻ ലേഖനം ജീവിത പശകിനെ എതിരെ എഴുതിയ ലേഖനമാ. എന്നാൽ എബ്രായ ലേഖനം വിശ്വാസ പശകിനെതിരെ എഴുതിയ ലേഖനമാ. അതെന്താ? എബ്രായ വിശ്വാസികൾ ഈ വിശ്വാസ മാർഗത്തിൽ വന്ന് ഇവർ പലരും പിന്മാറാൻ തുടങ്ങി. എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗവും യഹൂദ മതം വിട്ട് ഈ മാർഗത്തിൽ വന്നവരാ എന്ന് പറഞ്ഞ് യഹൂദനെ കണ്ടാലറിയാം. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും യഹൂദനെ അറിയാം. യഹൂദന്റെ വിശേഷത ഒത്തിരിയുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും നിയമങ്ങളും ആരാധനയെല്ലാം അവർക്ക് മാത്രമാ, വേറെ ആർക്കും ഇത് കൊടുത്തിട്ടില്ല. ഇതുപോലെ ശ്രേഷ്ഠ ജാതി വേറെ ഏറുള്ളൂ. ജാതികൾ ഉന്നതന്മാര് കണ്ടാലറിയാം. അതുകൊണ്ടല്ലയോ വെള്ളം ചോദിച്ച ഉടനെ സഹോദരി വെള്ളം തരാമെന്നോ ഇല്ലെന്നല്ല ആദ്യം പറഞ്ഞേ. യഹൂദനാകുന്ന നീ ശമരിയാക്കാരിയായ എന്നോട് കണ്ടപ്പോഴേ മനസ്സിലായി യഹൂദനാണ്. അവനെ കണ്ടാലറിയാം, സംസാരം കേൾക്കുമ്പോൾ അറിയാം. പിന്നെ സംസാരം കേൾക്കുമ്പോൾ ആശയവും വിഷയം വേറെ ആണെങ്കിലും ഒരിക്കൽ പറഞ്ഞല്ലോ പീറ്ററിനോട്, നിന്റെ ഉച്ചാരണം അറിയാം, നിന്റെ ഉച്ചാരണം. എസ്തേറിന്റെ പുസ്തകത്തിൽ വസ്തിയും ശേരസും ശിങ്കടികളും എല്ലാം കൂടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. കണ്ടാലറിയാം, കേട്ടാലറിയാം, എവിടെ ചെന്നാലും അറിയാം. ജാതികൾ ശ്രേഷ്ഠരാ. മാത്രമാണോ യെരൂശലേം പള്ളി, വലിയ പള്ളി, കോടിക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കൾ പള്ളിക്കും അകത്തും ചുറ്റുപാടിലുമുണ്ട്. യഹൂദന്, എബ്രായ ജാതിക്ക്. മാത്രമാണോ മഹാപുരോഹിതൻ സ്ഥാനച്ചിഹ്ന വേക്ഷ വിഭൂഷത്തിനായി മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ അകത്തോട്ടൊരു കയറ്റമുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ കയറി പോകുമ്പോഴേ മഹാപുരോഹിതൻ. പിന്നെ പുരോഹിത വരേണ്യന്മാര് കൂറിന്റെ ക്രമത്തിൽ 24 കൂറാ. ദാവീദിന്റെ കാലത്ത് അബിയാക്കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. മഹാപുരോഹിതൻ സ്ഥാനച്ചിഹ്ന വേക്ഷ വിഭൂഷത്തിനായി. മാത്രമാണോ യെരൂശലേം പള്ളിയോട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് വിലമണിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ. ജാതികൾ ശ്രേഷ്ഠർ. ഇതെല്ലാം ഇട്ടേച്ച് ഇവർ യേശുവിന്റെ പുറകെ ഇറങ്ങി. ചെറിയ കാര്യമല്ല, യേശുവിന്റെ പുറകെ വന്നു. അങ്ങനെ വന്നവര് ആരംഭത്തിൽ വളരെ തീഷ്ണതയോടൊക്കെ നിന്നു. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവരുടെ തീഷ്ണതയെല്ലാം പോയി ക്ഷീണിച്ചു. ഇവര് ക്ഷീണിച്ചെന്ന് 2 വാക്യത്തിൽ സാധാരണ തെളിയിക്കും. പെട്ടെന്ന് വായിച്ചു, സമയം പോയെന്നറിയാം. 6:12 ക്ഷീണിച്ചതിന് തെളിവ്. 6:12 പെട്ടെന്ന് വായിര്. മൈക്കിൽ കൂടെ വായിച്ചാൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. 6:12 മാമ വായിക്കല്ല, നടപടിയില്ല. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, അങ്ങനല്ലയോ മൈക്ക് കൂടെ വായിച്ച എടുത്തെങ്കിലേ വായിക്കേ. ബിന്ദുവേ 12 പകടകളിയല്ല കേട്ടോ. പിന്നെ അതിനാ മൂസാരിയും 12 ഒക്കെ. ആകെ ഞാൻ തളർന്ന കയ്യും കുടഞ്ഞ മുഴങ്കാല്. ഈ കൊച്ചുങ്ങളൊക്കെ എന്നെ എടുക്ക വായിച്ചതാ കൊച്ചുങ്ങളെ നിങ്ങൾ. തളർന്ന കയ്യും അതാ തളർന്ന കയ്യേ ഉള്ളേ. വായിര് കുഴഞ്ഞ മുഴങ്കാലും തളർന്ന കയ്യേ കുടഞ്ഞ മുഴങ്കാല്. മതി. അപ്പൊ കൈ തളർന്നു, കാല് കുടഞ്ഞു. പിന്നെ വേറൊരു വാക്യമുണ്ട്, മന്നത. അപ്പൊ ഇതിന്റെ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്തിണക്കിയ ഇവര് ക്ഷീണിച്ചു. പ്രാരംഭ സമയത്ത് ധീരതയോടെ നിന്നവരാ. ആരാ? ഇവരല്ല.
എബ്രായ വിശ്വാസികൾ പ്രാരംഭ സമയത്ത് തീഷ്ണതയോടെ നിന്നവരാ. അവരുടെ തീഷ്ണതയുടെ ഒരു വാക്യം 6:9 മുതൽ വായിച്ച് 6:9 തീഷ്ണതയുടെ വിശേഷത. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി. ബിന്ദുവേ, ഞാൻ അങ്ങോട്ട് വരാം, അല്ലാതെ രക്ഷയില്ല. പുസ്തകവും വായിരേ. ഇത് മൈക്കും വെച്ചോണ്ടിരിക്കുന്ന വാക്യം വായിച്ചതാ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ ഈ വാക്യം പഠിക്കുമ്പോൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവർ, വിശുദ്ധന്മാരെ ആദരിച്ചവർ, ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ ആരംഭത്തിൽ തീഷ്ണത, ഭയങ്കര തീഷ്ണതയാ. തീഷ്ണതയുടെ ഒരു വാക്യമാ 32 വായിച്ചോ. 10:32 ഓടിച്ചു നിർത്താം. 10:32 പെട്ടെന്ന് വായിര്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി. ആരംഭ സമയത്ത് നിന്നയും പീഡകളും ഒക്കെ സഹിച്ച് നിന്നവരായി വരും. തീക്ഷണതയോടെ നിന്നു. പെന്തിക്കോസിന്റെ ആരംഭം ഇങ്ങനൊന്നും അല്ല. ഇടികൊണ്ട് ഊപ്പാട് വന്ന അമ്മമാരുണ്ട്. എന്തിനാണെന്നറിയാമോ? കെട്ടുതാലി പൊട്ടിച്ചേനെ, മിന്നി പൊട്ടിച്ചെന്നെ. ഞങ്ങളുടെ ഒരു കുഞ്ഞാച്ചമ്മ ഉണ്ടായിരുന്നു. പെന്തിക്കോസിൽ പോയി അഭിഷേകം പ്രാപിച്ചപ്പോൾ ഇതങ്ങ് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ വന്നപ്പോൾ അവറാ ചോദിച്ചു, എന്ത് ചെയ്യടിയെന്ന്. ഞാൻ ഉപേക്ഷിച്ചു. ആര് പറഞ്ഞടി ഉപേക്ഷിക്കാൻ? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു. കർത്താവാന്നോ വലുത്, ഭർത്താവാന്നോടി? കൊച്ചമ്മ പറഞ്ഞു കർത്താവ്, അത് കഴിഞ്ഞ് ഭർത്താവ്. അന്ന് പിടിച്ചു നിർത്തി ഇടിച്ചു. കർത്താവ് വലുതെങ്കിൽ കർത്താവ് രക്ഷിക്കട്ടെന്ന് മുടിക്കുത്തിന് പിടിച്ച് ഇടിച്ചു. കൊച്ചമ്മേനോട് പറഞ്ഞു, അച്ഛൻ നല്ല ആരോ 90 കിലോയുടെ ഇടിയാ. ഓരോ ഇടി വരുമ്പോഴും കൊച്ചമ്മ ഊറി. അപ്പൊ പുള്ളി ഓർക്കുന്ന തെറി പറയുകയാണ്. കാരണം കൊച്ചമ്മ ഊറി, പുള്ളി ഈ ശബ്ദമേ കേൾക്കുന്നുള്ളു. അതിനാ നീ തെറി പറയാറായോ? പിന്നെ ഇടി ഉറി. അപ്പൊ ഇയാൾ ഓർക്കുന്ന തെറി പറയാന്ന്. ആളെ നല്ല ചിമിട്ട് പോലെ നിൽക്കുക. ദൈവത്തിന് മഹത്വം. എല്ലാം വിവരിക്കുന്നില്ല. പക്ഷേ കൊച്ചമ്മ പിന്നിട്ടില്ല. കൊച്ചമ്മ പറഞ്ഞു, വർദ്ധിച്ചത് വർദ്ധിച്ചു, ഛർദ്ദിച്ചു, ഇനി നക്കാൻ പോകത്തില്ലെന്ന്. ഇപ്പോഴത്തെ പല പെന്തിക്കോസുകാർ പാഷന്മാരുടെ മക്കളുമല്ല ഇപ്പൊ നക്കാൻ നടക്കുക. അയാളാ ഛർദ്ദിച്ചത്. കുഞ്ഞുട്ടി പാസ്റ്റർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ ഇല്ലേ? പാസ്റ്റർക്കും ഉണ്ടല്ലോ. പാസ്റ്ററിക്കുമ്പോഴല്ലയോ ഞാൻ ഇവിടെ യോഗത്തിന് വന്നേ. എന്തിയാ ദൈവദാസി? എന്തിയേ? എവിടെ ഇരിക്കുന്നു? നന്നായിട്ട് ദൈവോചനമൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചന്മാര് ഛർദ്ദിച്ചതേ, 1ാം തലമുറ ഛർദ്ദിച്ചത് 3ാം തലമുറ വന്നപ്പോ നക്കാൻ നടക്കുക. ഞാൻ ഇച്ചിരി സമയം കൊണ്ട് എടുക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും. ദൈവത്തിന് മഹത്വം. 1ാം തലമുറ, ഒന്നുകൂടെ പറയാ, ഛർദ്ദിച്ചത് പലതും 3ഉം 4ഉം തലമുറയപ്പോ നക്കുന്നെന്ന്. കൊച്ചമ്മ പറഞ്ഞു, ഞാൻ ഛർദ്ദിച്ചു, നക്കാൻ ഞാൻ വരത്തില്ല. സംഭവിച്ചത് എന്നാന്നറിയാമോ? കൊച്ചമ്മ ഇടി കൊണ്ടെങ്കിൽ ഇടിച്ച അവറാച്ചൻ ഈ മാർഗത്തിൽ വന്നു. അതാ ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത. ഈ പുസ്തകത്തിലെ പ്രമാണം എന്നാന്നറിയാമോ? ഈ പുസ്തകത്തിലെ പ്രമാണം, നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം ചേരും. വിശ്വസ്തയോടെ ദൈവത്തെ ഭരിക്കുന്ന, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം. ചോദിച്ചു കൊള്ളുക. ജാതികളെ അവകാശമായും രാജ്യങ്ങളുടെ അറ്റങ്ങളെ നിനക്ക് കൈവശമായി. വിശ്വസിച്ചു സ്വോത്രം ചെയ്യ്. ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ച്, വേണ്ടെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചു, കളഞ്ഞത് കളഞ്ഞു, തിരസ്കരിച്ചെന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചും ആകെ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലമോർക്ക്, പൂർവ്വകാലമോർക്ക് ദൈവം നിന്നെ നടത്തി, ദൈവം നിന്നെ സൂക്ഷിച്ചു, ദൈവം നിന്നെ പരിപാലിച്ചു. പിന്മാറരുത്, ക്ഷീണിക്കരുത്, ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ആരംഭ സമയത്ത് തീക്ഷ്ണതയോടെ നിന്നവരായ അബ്രായ വിശ്വാസികൾ, അതാ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. എപ്പോഴും ഞാൻ പറയുന്നതാ, പഴയ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 2 കടിഞ്ഞു കോഴി മുട്ട കിട്ട കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ല, സുവിശേഷ വേല ചെയ്ത് വരുന്ന ഉപദേശിമാർക്ക് കൊടുക്കും. ഇപ്പോഴല്ല, പണ്ട്. അന്നൊക്കെ ഒത്തിരി വീടുകളില്ലല്ലോ. ഈ ദൈവദാസന്റെ അപ്പച്ചനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, കരിന്തിരി മത്തായിച്ചൻ, ഇല്ലയോ? എന്നാ ഒരു സംശയം. അങ്ങനെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് ഹൈ റേഞ്ചിൽ വേല ചെയ്തതാ. ദൈവത്തിന് മകത്ത് നിങ്ങൾക്കുമൊക്കെ സാക്ഷ്യം പറയാനുണ്ട്. അന്നൊക്കെ ഒരു വീട് വല്ലോ കാണുമ്പോൾ ഒരു ദേശത്ത് ഉന്നം വെച്ചാ ചെല്ലുന്നത്. അപ്പൊ പഴയ അമ്മമാരെ കടിഞ്ഞു കോഴിയുടെ മുട്ടയ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ല. ഉണ്ടോ? ഓ, കടിഞ്ഞു കോഴി എന്നാന്നറിയാമല്ലേ, പിന്നല്ലേ കൊച്ചുമുട്ടയാ. പക്ഷെ അത് ഉപദേശിയുടെ തലവട്ടം കാണുമ്പോൾ മുട്ട പുഴുങ്ങി കട്ടൻ കാപ്പിയാ. ഹൈറേഞ്ചിലൊക്കെ കട്ടനാ. കാപ്പിക്കുരു കാണുകയല്ല, കാപ്പിക്കുരു വിൽക്കും. കാപ്പിത്തൊണ്ട് വറുത്ത്. പിന്നെ മധുരമൊന്നുമില്ല, അതിന് പഞ്ചസാരയില്ല. ചക്കരയുടെ ഒരു കഷണം, അതിലൊരു കടി, ഇതിലൊരു കൂടിയല്ല 3 കൂടി. ഓരോ കടിക്ക് ഓരോ കൂടി ചക്കര തിരികല്ലേ. ഒരു കടിക്ക് 3 കൂടി. ആണെന്ന്. ഇപ്പൊ പിന്നെ എല്ലാവരുടെയും ഇഷ്ടം പോലെ പഞ്ചസാരയുണ്ട്, വിൽക്കാൻ വരെ. പക്ഷേ പോകുകയാണ് ഒരു 3 കിലോ തരാൻ എല്ലാവരുടെ. പിന്നെ എല്ലാവർക്കും ഉണ്ട് ഇഷ്ടം പോലെ. പണ്ടുകാലത്ത് അങ്ങനെ. പക്ഷേ ആ കട്ടനും ഈ മുട്ടയും ഒക്കെ കൊണ്ടുവെക്കും. പീലീസിനകത്ത് 2 മുട്ട, പീലീസ് അല്ലേ, അങ്ങനല്ലേ പറയുന്നേ? ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ. ഇപ്പോഴല്ലേ ഒന്ന് സോസർ, അതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. പഴയ ഭാഷയാ പീലീസ്, അങ്ങനല്ലേ അമ്മേ? തള്ള ചുമ്മാ പീലീസ്. അതിനകത്തോട്ട് 2 മുട്ടയും ഈ കട്ടനും വെച്ച് കൊടുക്കും. പക്ഷെ ആ കുടുംബത്തെയൊന്നും ദൈവം മറന്നില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിയ സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്നെ ദൈവം മറക്കത്തില്ല, നിന്റെ സന്തതിയെ ദൈവം മറക്കത്തില്ല. അവൻ ദാവീദിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞതാ, ആകാശമുള്ള കാലത്തോളം ഞാൻ നിന്റെ സന്തതിയെ മറക്കത്തില്ല, ആകാശമുള്ള കാലത്തോളം എന്റെ നിയമം ഞാൻ തെറ്റിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം ആർക്കും കടക്കാരനല്ല. പണ്ടൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടവരാ, ഇവരും അങ്ങനെ തന്നെ. അങ്ങനെയുള്ളവരോടാ പറയുന്നത് സ്തോത്രം. പിന്നെ നിങ്ങൾ പൂർവ്വകാലം ഒന്ന് ഓർത്തോണം. പഴയതൊന്നും മറക്കരുത് കേട്ടോ, പഴയതൊന്നും മറക്കരുത്. പല കാര്യങ്ങൾ ഓർക്കണം. പാപത്തിന്റെ അധീനതയിൽ കിടന്ന എന്നെയും നിന്നെയും യേശു രക്ഷിച്ചു. ഒരുവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അവൻ കാരിരുമ്പാണികളാൽ തറക്കപ്പെട്ട് മുൾക്കിരീടധാരിയായി, അവൻ മുതുക ഉടവജാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവചനത്തിൽ 3 കാര്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വായിച്ചോ, ഓടിച്ചു നിർത്താൻ പോവുക. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന് ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ഗുരുമനസാക്ഷി നീങ്ങമാരുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടുകൂടി പരമാർത്ഥ മനസ്സോടെ അടുത്തിയല്ല. ഇന്ന് രാത്രി നീ അകന്നു നിൽക്കരുത്. രാത്രി അടുത്തോട്ട് വാ. അതെന്നെ അടുത്തോട്ട് വിളിക്കുന്നത്. അടുത്തോട്ട് വിളിക്കാൻ 3 കാര്യമാ. 1, അകന്നു നിൽക്കരുത്. ഒരു കാലത്ത് അടുത്ത് നിന്നവരാ, പിന്നെ കാലക്രമേണ അകന്നു പോയവർ അതിലെ പോകട്ടെന്നല്ല, പിന്മാറിയവർ അതിലെ പോട്ടെന്നല്ല, ക്ഷീണിച്ചവൻ അങ്ങനെ പോട്ടെന്നല്ല. ഇന്ന് രാത്രി നീ അടുത്ത് വരണം. അടുത്ത് വരാൻ 3 കാര്യം ചൂണ്ടിക്കാട്ടി വിവരിക്കുന്നില്ല. 1, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, ധൈര്യത്തോടെ അടുത്ത് വാ. നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. സകല വഴികളും അടഞ്ഞെങ്കിൽ നിരാശപ്പെടണ്ട. ആത്മഹത്യ പരിഹാരമല്ല, വിഷം കഴിക്കുന്ന പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല. ഒരു വഴി നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. ഈ വഴി പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതല്ല, ഇത് പാരമ്പര്യത്തിന്റെ വഴിയൊന്നുമല്ല, ഒരു പുത്തൻ വഴി. ഈ വഴി എങ്ങനെ കിട്ടിയെന്നറിയാമോ? മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ടി, കന്നത്തിൽ അടിയേറ്റ്, കാർക്കിച്ചു തുപ്പലേറ്റ്, മരക്കഷണം ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്ന യേശു, കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ചാട്ടവാർ കൊണ്ട് അടിച്ച്
ഉൾക്കളത്തും ഈയക്കട്ടയും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി കുതിരയുടെ തോല് നാരായി കീറി അതിന്റെ അറ്റത്തിനെല്ലാം കൂടെ ക്രമപ്പെടുത്തി കഠോര ഹൃദയന്മാരാകുന്ന ദാക്ഷിണ്യമില്ലാത്ത റോമൻ പടയാളികൾ യാതൊരു കാമൻ മനസാക്ഷിയില്ലാതെ കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് അടിച്ച് ഈ ചാട്ട പറിക്കുമ്പോൾ മാംസം കിരുന്ന് പറഞ്ഞ് പ്രവചനാത്മാവി സങ്കീർത്തനക്കാരൻ പറയുക, മുതുക് ഉടമയാൽ പോലെ നീളത്ത് കീറി ഒരു പുത്തൻ വഴി. എന്തിനാണെന്നറിയാമോ? നീ രക്ഷപ്പെടാൻ, നീ വിടുതൽ പ്രാപിക്കുവാൻ, നിനക്ക് മോക്ഷമുണ്ടാകുവാൻ, നിനക്ക് വിടുതൽ ഉണ്ടാകുവാൻ ഇന്ന് രാത്രി യേശു ഒരു പുത്തൻ വഴി ഒരുക്കി. അരച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകച്ചു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു നിനക്ക് വേണ്ടി വഴി തുറന്നിട്ടിരിക്കുക, നിനക്ക് വേണ്ടി വഴി തുറന്നിട്ടിരിക്കുക. ഇത് ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയ. ഈ വഴിയെ കൂടെ കടന്നുവാ. വിവരിക്കുന്നില്ല. രണ്ട്, ഇവിടെ പരിശുദ്ധ രക്തമുണ്ട് കേട്ടോ. സകല പാപങ്ങളും മോചിക്കുന്ന രക്തം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടൊന്നും വല്ല പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തം. ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം, വിലയേറിയ രക്തം, നിർമ്മല രക്തം, വിശുദ്ധ രക്തം, പുണ്യാക രക്തം, ജയം തരുന്ന രക്തം, ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തം. ഈ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് സകല പാപങ്ങളും കഴുകി നിന്നെ ശുദ്ധീകരിക്കും. അടുത്തു വാ. മാത്രമാണോ, നിനക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. പക്ഷപാതം ചെയ്യാൻ ഒരുവനുണ്ടെന്ന്. ഇതിനിടെ വേറെ ആരും കയറണ്ട. ആ കൊച്ചനും ഇടയ്ക്ക് കയറി നിൽക്കണ്ട, അന്തരച്ചനും നിൽക്കണ്ട, കീവരീച്ചനും നിൽക്കണ്ട, കറിയാച്ചനും നിൽക്കണ്ട, ഒരച്ഛനും നിൽക്കണ്ട, ഒരമ്മയും നിൽക്കണ്ട. ഒരേ ഒരുവനുണ്ട്. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വിട്ട് തന്റെ ജീവനെ മറുപടിയായി കൊടുത്ത നസറായനാകുന്ന യേശു ക്രിസ്തു. ഏക മധ്യസ്ഥൻ, ഏക ദൈവം, ഏക രക്ഷകൻ, ഏകനാഥൻ, ഏക വിശുദ്ധൻ, ഏക പരിശുദ്ധൻ നിനക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രി അടുത്തു വാ. അറച്ചു നിൽക്കരുത്. രണ്ട് കാര്യം ചൂണ്ടിച്ചാച്ച വിളിക്കുന്നില്ല. ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം. രണ്ട്, ഭാഗ്യ ശുദ്ധീകരണം. എല്ലാം വിവരിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണം, അവിടെ ഒരു വാക്യമുണ്ട്, ഹൃദയങ്ങളിൽ തളിക്കണം. അകത്ത്, ഹൃദയം അകത്താണല്ലോ, അല്ലാതെ കുരങ്ങൻ പറഞ്ഞതുപോലെ അത്തിയുടെ മേളിലല്ലല്ലോ, അകത്താ. ഹൃദയങ്ങളിൽ തളിക്കണം വിശുദ്ധ രക്തം. ഭാഗ്യ ശുദ്ധീകരണം, അതാ വാക്യം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ശുദ്ധവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് വചനമാണ്. എന്തോ വചനം? മായമില്ലാത്ത വചനം. അതാ ശുദ്ധവെള്ളം. ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, പോഷിപ്പിക്ക പത്യവചനമ ക്ഷീരത്താലെന്നെ നിർമ്മല തോയം. അതാ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം. തോയം വെള്ളം, സലിലം, തോയം ജലം, ഇതൊക്കെ വെള്ളമാണ്. നിർമ്മല തോയം, മായമില്ലാത്ത വചനം. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ശുദ്ധവെള്ളത്താൽ ശരീരം. അപ്പൊ ആന്തരിക ശുദ്ധീകരണം പരിശുദ്ധ രക്തത്താൽ, ഭാഗ്യ ശുദ്ധീകരണം മാറ്റമില്ലാത്ത മായമില്ലാത്ത വചനത്താൽ. ആ ശുദ്ധീകരണത്തോടെ അടുത്തു വാ. അടുത്ത് വന്നവരോട് പറയുക, മൂന്ന് കാര്യം എപ്പോഴും ഓർത്തോണം. ഒന്ന് പൂർവ്വകാലം, രണ്ട് വർത്തമാനകാലം, മൂന്ന് ഭാവി കാലം. അതിലൊരു കാര്യം പറഞ്ഞ് നിർത്തുക. സമയം ഇതാ, ഇതും പിടിച്ചോ, എല്ലാം ഞാൻ തന്നല്ലോ, നിർത്താൻ പോവാ. അതിനാ കൈവിള തന്നു, കണ്ണട തന്നു, വാച്ച് തന്നു. ചിലരോർക്കും അയാൾ ഇളകിയിട്ടേ ഉള്ളൂ, തുടങ്ങാൻ പോവാന്ന്. ഇല്ല, നിർത്തുക, എല്ലാം കൊടുത്തു. ഭാവികാലം എന്നാന്നറിയാമോ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് അതാ ഭാവികാലം. സദൃശവാക്യം 31 ഭാവികാലം ഓർത്തവൾ പുഞ്ചിരി തൂകും. എന്താണെന്നറിയാമോ? യേശു വീണ്ടും വരും. എന്തിനാ? തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. എന്തിനാ? താൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്താൻ. എന്തിനാ? തൻ്റെ കൂടെ അവകാശം പ്രാപിപ്പാൻ. യേശു വീണ്ടും വരും. ചിലർ താമസമെന്നൊക്കെ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാനൊന്നും താമസിക്കുന്നില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വീണ്ടും വരും. പോകണം. ആ പോകാനുള്ള ക്രമം ആ തൊടുകൈക്ക് ഞാൻ പറഞ്ഞല്ലോ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയ്ക്കടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് ദൈവത്തോട് മനുഷ്യരുടെ കുറ്റമറ്റ മനസാക്ഷിയോട് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ ഭാവി കാലം. ആ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആരും കൈവിടപ്പെട്ടു പോകരുത്.
ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ പ്രസംഗം കേട്ട ആരും നശിച്ചു പോകരുത്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നിനക്ക് യേശുവിനെ ഇന്ന് രാത്രി രക്ഷകനായി സ്വീകരിക്കുക. 5 പൈസ അരക്കാശ് മുടക്കണ്ട, കയ്യും കാലും ഒന്നും പൊക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന ഒരൊറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ സമാപന യോഗമല്ലേ, ഒരു ശീല് പാട്ട് പാടി നമുക്ക് അങ്ങ് പിരിയാ. ഒറ്റ ശീല് മതി, ഒരു ശീല് മതി. ആമേൻ. സമാപന യോഗമല്ലേ, കർത്താവിന് മകത്ത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇരുന്നാ മതി. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകും. ഒത്തിരി നാൾ കൊണ്ട് കാണുന്നതാ. നിങ്ങൾ ഇരുന്നാ മതി. ദൈവദാസന്മാർ വേണേ ഒന്ന് എഴുന്നേറ്റ്. സ്റ്റേജിൽ ഇരിക്കുന്നവർ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ലല്ലോ, അതുകൊണ്ടാണ് അവരവിടെ ഇരിക്കട്ടെ. നിങ്ങളെ ഞാൻ എഴുന്നേൽപ്പിക്കാം. ഇപ്പൊ 2 ശീല് പാട്ട് കൈയടിച്ച് ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് ഞാൻ സ്വോത്രം ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും സ്വോത്രം ചെയ്യണം. കാരണം ഈ ദിവസങ്ങളിൽ യോഗം ദൈവം അനുഗ്രഹമാക്കിയതിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ അല്ല, സ്തോത്രം ചെയ്യേ. സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ച കർത്തദാസന്മാരെ അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കേണ്ടതിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. നിങ്ങളൂടെ സ്തോത്രം ചെയ്തു. എന്നിട്ട് പിന്നെ നമുക്കിതില്ല ഇണക്കാം. സ്തോത്രം ചെയ്യും, സ്തോത്രം ചെയ്യുക. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ദിവസങ്ങളിൽ സംബന്ധിച്ച ദൈവമക്കളെ എല്ലാം അനുഗ്രഹിക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ ദേശത്തുള്ള എല്ലാവരും അനുഗ്രഹിക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. കാലാവസ്ഥ അനുകൂലമാക്കുന്നതിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവരെ, വീഡിയോ പകർത്തിയവരെ, ഗായക സംഘം, ഈ പന്തലിട്ടവരെ, ഈ സ്ഥലം തന്നവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇവിടുത്തെ സഭാ ശുശ്രൂഷകന്മാർ എല്ലാവരെയും ശുശ്രൂഷകളെ ആദരിക്കേണ്ടതിന് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. മാതാക്കൾ, പിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങള് ദൈവം ആശീർവദിക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ മാത്രം ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിന് ഒന്ന് മകത്ത്